ദൈവസന്നിധാനത്തിൽ ഹല്ലേലൂയ ആരാധനയ്ക്കായി വിശുദ്ധ ആരാധനയ്ക്കായി നമ്മെ കൂട്ടിവരുത്തിയ കർത്താവിന്റെ എല്ലാ പ്രഭുക്കൾക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. Thank God for bringing us together in the presence of God this morning to worship God in spirit and truth. Hallelujah. സദാത്മാവിന്റെ ദൈവത്തെ ആരാധിപ്പാൻ ഈ ദേശത്ത് നമ്മെ കൂട്ടിവരുത്തിയ ദൈവത്തിന്റെ കൃപയ്ക്കായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഈ പുതുവർഷത്തിന്റെ ആരംഭ മാസം നമ്മളിവിടെ കടന്നുപോയി. ഈ രണ്ടാമത്തെ മാസത്തിന്റെ 1-ാം തീയതി ഹല്ലേലൂയ ഫെബ്രുവരി മാസം 1-ാം തീയതി നമുക്ക് പുതിയ ദിവസം ദൈവത്തെ ആരാധിപ്പാൻ ഹല്ലേലൂയ നടത്തിയ നിങ്ങളെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുവാൻ കർത്താവിന്റെ കരുതലിനായി കർത്താവ് നന്ദി പറയുവാൻ ഇത് പകൽക്കാലം ഹല്ലേലൂയ ദൈവനാമം നമ്മിൽ മഹിമപ്പെടുവാൻ ഒരുമിച്ച് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ ഹല്ലേലൂയ. ഒരുമിച്ച് കൂടിവരുത്തിയ കർത്താവിന്റെ വിശ്വസ്തതയ്ക്കായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ജീവനുള്ള ദേശത്ത് ജീവനുള്ള ദേഹികളായി കാത്തു പരിപാലിച്ച കർത്താവിന്റെ കൃപയ്ക്കായി നന്ദി പറയാം. സ്വർഗീയ പിതാവേ, ഞങ്ങൾ തിരുപ്പാദത്തെ അടുത്ത് വരുന്നു. വിശുദ്ധ പകൽക്കാലം ദൈവത്തെ ആരാധിപ്പാൻ ആലയത്തിൽ ഞങ്ങളെ കൂട്ടിവരുത്തിയല്ലോ. ഹല്ലേലൂയ. അവിടുത്തെ വിശ്വസ്തതയ്ക്കായി ഞങ്ങൾ നന്ദി പറയുന്നു. കൂട്ടുവരുത്തി ദൈവജനത്തിനായി സ്തോത്രം. എല്ലാവരും പേരുപേരായി ദൈവത്തിൽ സമർപ്പിക്കുന്നു. ഒരുമിച്ചുള്ള ആരാധന ഞങ്ങളുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹത്തിന്റെ വിടുതലിന് കാരണമാണ്. ഞങ്ങളുടെ ഹൃദയത്തോടെ ഇടപെടണമേ. അവിടുത്തെ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം സഹവാസം കർത്താവ് നടത്തിപ്പ് ശുശ്രൂഷായി പകൽക്കാലം ഞങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ അനുഭവിച്ചറിയുവാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കണം. പാടുവാനും പ്രാർത്ഥിക്കാനുള്ള കൃപ നൽകി തരണമേ. ഹല്ലേലൂയ. അനുഗ്രഹിക്കപ്പെട്ട വചനങ്ങൾ സാക്ഷ്യങ്ങൾ പ്രബോധനം എഴുതിപ്പിക്കണം. അവിടുത്തെ നാമത്തെ ഉയർത്തുവാൻ ഹല്ലേലൂയ. നാമത്തെ ഉയർത്തി പകൽക്കാലം അനുഗ്രഹം പ്രാപിക്കുവാൻ വിടുതൽ പ്രാപിക്കുവാൻ ആസ്വദിക്കുമല്ലോ. യേശു കർത്താവിന്റെ നാമം തന്നെ ആമേൻ. എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവിൽ ആയിരിക്കാൻ കർത്താവ് അടിയൊരുക്കിയോടെ യാത്ര ചെയ്ത് എത്തിച്ചേരുവാൻ കർത്താവ് ഇടയാക്കി. ഇതുപോലെ കാലത്തുള്ള നിമിഷം ദൈവത്തെ ആരാധിപ്പാൻ സമയത്ത് കൊണ്ട് ചേർന്ന് പാടും ദൈവത്തെ ആരാധിക്കും. ഈ വർഷത്തിന്റെ ഒരു മാസം പുതിയൊരു മാസത്തിന്റെ പുതിയൊരു ദിവസം ആഴ്ചയുടെ 1-ാം ദിവസം ദൈവത്തെ ആരാധിക്കാൻ ചെയ്ത സകല ഉപകാരങ്ങൾ കൊണ്ട് നന്ദി അറിയിക്കുവാൻ നമുക്ക് ഈ ഭൂമി ഒരു അവസരം ദൈവത്തെ സ്തുതിക്കുന്നു. സകലമായ നമുക്ക് നല്ലൊരു സംഖ്യമാണ്. അവന്റെ വലിയ കൃപ നമുക്ക് ധ്യാനിക്കാൻ, നമ്മെ വീണ്ടെടുക്കാൻ, നമ്മെ ലക്ഷ്യയുടെ പാതയിൽ കൊണ്ടുവരാൻ
നമ്മുടെ നല്ല നാഥനായ കർത്താവ് ഹല്ലേലൂയ പതരാതെ തകരാതെ ഹല്ലേലൂയ നടത്തി വീഴാതെ നിർത്തിയ ഹല്ലേലൂയ പരിപാസനത്തിൽ നമ്മെ നിർത്തുന്ന ദൈവത്തിന്റെ കൃപയോർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ കർത്താവിന്റെ കൃപാനുഗ്രഹങ്ങൾ ഈ വർഷത്തിൽ കർത്താവിനെ സഹായിച്ചു. ചെങ്കടലിന് മുമ്പിൽ പാടുവിരിക്കുന്ന തീച്ചോടെ നാലാമനായ സിംഹത്തിന്റെ ഗുഹയിൽ ഹല്ലേലൂയ എലിയാവിനായി കരുതിയ ദൈവം ഈ ദിവസങ്ങൾ ആ കരുതൽ കുറിച്ചറിയുവാൻ വലങ്കരത്തിൽ പിടിച്ചെല്ലാം നടത്തിയെടുത്തു. ദിനത്തോടുള്ള പാട്ട് പാടി ദൈവത്തെ കൊടുക്കാം. Hallelujah.
ഞങ്ങളുടെ കർത്താവായ യഹോവേ, നിന്റെ നാമം ഭൂമിയിലൊക്കെ എത്ര ശ്രേഷ്ഠമായിരിക്കുന്നു. നീ ആകാശത്തിൽ നിന്റെ തേജസ്സ് വെച്ചിരിക്കുന്നു. വിരലുകളുടെ പണിയായ ആകാശത്തെ നീ ഉണ്ടാക്കി ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും നോക്കുമ്പോൾ നീ അവനെ ദൈവത്തെ അല്പം മാത്രം താഴ്ത്തി തേജസ്സും ബഹുമാനവും അണിയിച്ചിരിക്കുന്നു. ആളുകളെയും കാലുകളെയും എല്ലാ കാട്ടിലെയും മൃഗങ്ങളൊക്കെയും sing and worship God. Hallelujah. For the rest of a few minutes, let us worship God in spirit and truth. ചേർന്ന് ദൈവത്തെ ആരാധിക്കുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. Hallelujah. Amen. Praise the Lord. Let us continue getting into English worship. Hallelujah. When we often put our hope or our confidence on the things of this world, we're often left disappointed and empty. But when we confess our dependency and all our hope and our trust in God, He gives us a kind of peace and understanding that surpasses everything that comes with our knowledge. So let us confess our hope and our trust in Him, and let's worship Him. Praise God. Hallelujah. Lord, I come. Hallelujah.
confess before God. Lord, here I am. Here I am, Lord. I am here for you. Hallelujah. I am here to receive your call of master. Hallelujah. Yes, Lord, Heavenly Father, we thank and praise you for this day. Thank you, Lord, for helping us to worship you, God. Your presence is so close to us. It's so real to us, God. This morning, as we are in your presence, that's all the time we give unto thy mighty hands, God. Speak to our hearts, God. Bless us. Thank you, Lord, for hearing our prayers in Jesus' mighty name. Amen. Amen. Please be seated. Hallelujah. Praise the Lord. Hallelujah. സ്തോത്രം ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നിഗ്രഹിക്കപ്പെട്ട ഈ പകൽക്കാല ദൈവസന്നിധിയിൽ വിശുദ്ധ ആരാധനയ്ക്കായി ദൈവം നമ്മെ കൂട്ടിവരുത്തിയ കർത്താവിന്റെ എല്ലാ വിശ്വസതയ്ക്കായി ദൈവത്തെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. സ്തോത്രം. ചില ആഴ്ചകൾക്ക് ശേഷം ഒരു മാസത്തിന് ശേഷമാണ് ദൈവം പ്രകാരം ദൈവത്തെ ആരാധിക്കുവാനായി കർത്താവിടെയാക്കുന്നത്. ദൈവം പ്രാർത്ഥിച്ച് അയച്ചു കടന്നു സ്ഥാനത്ത് ദൈവത്തിന്റെ കൃപയുണ്ടായിരുന്നല്ലോ. പ്രകാര കാര്യങ്ങളൊക്കെ പറയാം. സ്തോത്രം. ദൈവസന്നിധിയിൽ കർത്താവ് നമ്മെ തുടർന്ന് നടത്തി. പ്രത്യേക ഈ പുതുവർഷത്തിന്റെ ആദ്യ മാസം നമ്മെ വിട്ട് കടന്നുപോയി. ഫെബ്രുവരി മാസം 1-ാം തീയതി ആഴ്ചവെള്ളത്തിന്റെ 1-ാം നാൾ നമുക്ക് ദൈവസന്നിധിയിൽ പ്രകാരമായിരിക്കാൻ കർത്താവ് നമുക്ക് സമയത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ആയിരുന്ന സ്ഥാനത്തിനെയും അതുപോലെ ദൈവസഭയെയും കുടുംബങ്ങളെയും ഈ പ്രദേശത്ത് കാത്ത ദൈവത്തിന്റെ എല്ലാ വിശ്വസതയ്ക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങളെല്ലാവരെയും ആരോഗ്യത്തോടെ സന്തോഷത്തോടെ സമാധാനത്തോടെ കാണുവാൻ കർത്താവ് ഒരുക്കിയ കൃപയ്ക്കായി യാത്രയിൽ ദൈവം തന്ന അനുഗ്രഹങ്ങൾക്കായി പരിപാലനങ്ങൾക്കായി ദൈവത്തിന്റെ സ്തുതി അർപ്പിക്കുന്ന സകലമാനം മഹത്വവും കർത്താവിന് അർപ്പിക്കുന്നു. ഹല്ലേലൂയ. സ്തോത്രം. നാം വായിച്ച സംഗീത ഭാഗത്തേക്ക് we come to the psalm that we just read. This psalm is very clearly saying about the majesty of our God, the sovereignty of our God, how great our God. നമ്മുടെ ദൈവം ഹല്ലേലൂയ സർവശക്തനായി സകലത്തിനും മീതെ അധികാരമുള്ളവനായി. സ്തോത്രം. ഹല്ലേലൂയ. തന്നെ പ്രഖ്യാപിക്കുന്ന ഒരു സങ്കീർത്തനമാണ് 8-ാം സങ്കീർത്തനമാണ്. David's cosmology is so unique. ദാവീദ് ഈ ഭൂമിയെ വർണ്ണിച്ച് കാരണം പ്രകൃതിയുമായി വളരെ ഇണങ്ങിച്ചേർന്ന് ജീവിച്ച ഒരു വ്യക്തിത്വമായിരുന്നു ദാവീദ്, അല്ലേ? ദാവീദിന്റെ ചെറുകാലയളവിൽ ഭവനത്തിന്റെ അന്തരീക്ഷത്തിനേക്കാൾ കൂടുതൽ താൻ വനാന്തരങ്ങളിലും കുന്നുകളിലും ആടുകളുടെ കൂടെയൊക്കെ ലൈഫ് ചെലവഴിച്ചത്. അതിന്റെ ജീവിതത്തിന്റെ അനുഗ്രഹമായി. കാരണം പിൽക്കാലത്ത് ഗുഹകളിലേക്കും പർവ്വതങ്ങളിൽ നിന്ന് പർവ്വതങ്ങളിലേക്കും വനാന്തരങ്ങളിൽ ഓടി ജീവന് വേണ്ടി താൻ സഞ്ചരിച്ചപ്പോൾ ഈ ഒരു ട്രെയിനിങ് ഈ ഗുണമായി, അല്ലേ? സ്തോത്രം. ഞാൻ പറഞ്ഞത് മനസ്സിലാവുന്നു. നമ്മൾ ഞാൻ സ്തോത്രം ഇങ്ങനെ എന്തിനാ ദൈവം എന്നെ ഇങ്ങനെ ഓടിക്കുന്നേ, അല്ലെങ്കിൽ ഈ ഒരു സാഹചര്യത്തിൽ എന്തിനാ എന്നെ കർത്താവ് ആക്കിയെന്ന് നോക്കുമ്പോൾ സ്തോത്രം വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള യാക്കോബിനെ പോലെ ഒരു ജീവിതമായിരുന്നു. കൂടാരവാസിയായിരുന്നു ദാവീദ്. David could not have survived in those turmoil situations, right? Praise the Lord. നമ്മയൊക്കെ കർത്താവ് ഒരുക്കിയെടുത്ത് രൂപപ്പെടുത്തി കൊണ്ടുവന്ന് ദൈവത്തിന്റെ പദ്ധതിയുടെ മുമ്പിൽ നിർത്തപ്പെടാൻ അറിയുന്ന കർത്താവേ, ഇതിനു വേണ്ടിയാണല്ലോ ദൈവം എന്നെ നടത്തുന്നത്. So David had a lot of experience towards the nature outside. He has experienced all those things, and that is why his cosmology is so unique. The way he views the creation, the way he understands the creation, that's a very other than so different from other psalmists. വേറെ സംഗീതക്കാരന്മാര് സംഗീതം എഴുതിയ സംഗീതക്കാരന്മാർ അവര് വർണ്ണിക്കുന്നതിനെക്കാട്ടും കുറച്ചുകൂടെ ആഴമായി സ്തോത്രം ആട്ടിടയനായിരുന്ന സ്തോത്രം ലോകപ്രകാരം വലിയ വിദ്യാഭ്യാസമൊന്നും നേടുവാൻ കഴിയാത്ത സ്തോത്രം ദാവീദിന് സ്തോത്രം ദൈവത്തിന്റെ സൃഷ്ടിയെ നോക്കി ദൈവത്തെ മഹത്വപ്പെടുത്തുക. To look at the creation and praise God and give glory to God. Hallelujah. That is very clearly seen in many psalms of David. Praise God. In this psalm, it is not only he is explaining about the majesty of the Lord in creation, but he says that God uses even the minute things. Hallelujah. God uses even the smallest thing, weak and fragile things to present His glory. Hallelujah. ഏറ്റവും ബലഹീനമായ, ഏറ്റവും നാം ആരും വളരെ ശ്രദ്ധിക്കാത്ത, നാം ആരും വളരെ കാര്യമായി എടുക്കാത്ത പലതിനെയും സ്തോത്രം, വലിയ മൂല്യമില്ലാത്ത സ്തോത്രം, ഊന്നൽ നൽകാത്ത പലതിനെയും എടുത്ത് ദൈവം അതിലൂടെ തന്നെ മഹത്വത്തെ വർണ്ണിക്കുന്നതാണ്. ഹല്ലേലൂയ. മോശയോട് മരുഭൂമിയിൽ സംസാരിച്ചപ്പോൾ ഒരു അശരീരിയായ ദൈവത്തിന് സംസാരിക്കാൻ പറ്റില്ലേ? പക്ഷെ കത്തുന്നൊരു ഉൾപ്പെടെ ഒന്നുമില്ലാത്തവരകത്ത് ദൈവത്തിന്റെ സാന്നിധ്യത്തെ ഇറക്കി അത് കത്തി. ഹല്ലേലൂയ. അവിടെ ദൈവമഹത്വം ഇറങ്ങിയ ദൈവമാണ്. സ്വതന്ത്രം ഇവിടെ പറയുന്നു, ശിശുക്കളുടെയും മുലകുടിക്കുന്നവരുടെയും വായിൽ അവർ ബലം നിയമിച്ചിരിക്കുക. എന്തിനാണ്? ശത്രുവിനെയും പകയെയും ഉണ്ടാകുന്നത്.
അലയ്ക്കുമ്പോൾ, കരയുമ്പോൾ, ഞങ്ങൾ ഫ്ലൈറ്റ് വന്നപ്പോൾ പിള്ളേരുടെ കാര്യത്തിൽ ഭയങ്കര കാര്യത്തില്ല. ചില പിള്ളേർ ഫ്ലൈറ്റ് കയറിയ പിന്നെ ഇറങ്ങുന്ന കാര്യത്തില്ല. സ്വന്തം ഈ കാര്യത്തിൽ പറഞ്ഞപ്പോൾ അസഹനീയമാണ്. ഉറങ്ങാനും പറ്റുന്നത്. പക്ഷേ പറയുക, ഈ കൊച്ചു കുഞ്ഞുങ്ങൾ, ഈ ഒരു അറിവുമില്ലാത്ത, പ്രസംഗിക്കാൻ കഴിവില്ലാത്ത അല്ലേ കുഞ്ഞുങ്ങളുടെ കാര്യത്തിലേക്ക് അയാളൊരു ദൈവമോത്തോടെ നമുക്ക് പറയാൻ പറ്റുമോ? അത് ബാലിന്റെ കാര്യം, വിശുദ്ധ കാര്യം, അല്ലെങ്കിൽ അതിന്റെ ശ്വാസമുട്ടിയുടെ കാര്യം, അതിന്റെ വയറ്റിലെ എൻവയോൺമെന്റ് ഇഷ്ടപ്പെടുന്നില്ല, അല്ലെങ്കിൽ മറ്റേത് സാഹചര്യമായിക്കോട്ടെ, അങ്ങനെ നാം ചിന്തിക്കുന്നുള്ളൂ. പക്ഷേ ഇവിടെ പറഞ്ഞിരിക്കുക, കുഞ്ഞുങ്ങളുടെ വായിൽ ദൈവം ബലം നിയമിച്ചിരിക്കുന്നു. സ്വതന്ത്രം. ആ ബലം എപ്പോഴാണ് അറിയുന്നറിയാമോ? സ്വതന്ത്രം. അല്ലെങ്കിൽ സൗകര്യമാര് പ്രഗ്നന്റ് ആയി കഴിയുമ്പോൾ അവർക്കറിയാം അകത്ത് നിന്ന സാധനത്തിന്റെ പവർ അല്ലേ. അല്ലെങ്കിൽ തൊഴിയും ചവിട്ടും ഒക്കെ കിട്ടുമ്പോൾ വെളിയിൽ വരുമ്പോഴോ ഒരു കരച്ചിലോടെ വെളിയിൽ വരുന്നത് അല്ലേ. സ്തോത്രം അല്ലേ. അത് കരഞ്ഞില്ല വിഷയം. അപ്പൊ ഈ കരച്ചിലോടെ വരുമ്പോൾ ദൈവത്തിന്റെ സൃഷ്ടിയുടെ മകുടമായ ഏറ്റവും യുണീക് ക്രിയേഷനായ മനുഷ്യന്റെ മഹത്വത്തെ ആ കുഞ്ഞിന്റെ കരച്ചിലോട് ആരംഭിക്കുക. സ്തോത്രം. ഹല്ലേലൂയ. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? സ്തോത്രം. അവിടെ മുതൽ ദൈവം അത്ര ചെറിയ കാര്യങ്ങൾ, നമ്മളൊക്കെ ചിന്തിക്കാത്ത, നമ്മളൊക്കെ വലിയ മഹത്വം നൽകാത്ത, നമ്മൾ ശ്രദ്ധിക്കാത്ത പലതിലും ദൈവ മഹത്വം ഒളിഞ്ഞിരിക്കുന്നു. സ്തോത്രം. എന്താ പറയാ മനസ്സിലാക്കി? ദാവീദ് മനസ്സിലാക്കി. ഹല്ലേലൂയ. ഡേവിഡ് understood that. David പറയുക, David says very clearly, oh God, hallelujah, when you see the creation, when you see these heavens, when you see the nature, how orderly you have kept it, oh hallelujah, how majestic is each and everything, and I praise God for that. ഞാൻ ആരാധിക്കുക, ഞാൻ സ്തുതിക്കുക. Praise the Lord. ഇന്ന് രാവിലെ ദൈവസഹായത്തിൽ വന്നിട്ട് കർത്താവിനെ ആരാധിക്കാൻ നിങ്ങൾ കാരണം അന്വേഷിക്കേണ്ട. കണ്ണു തുറന്ന് പുറത്തേക്ക് നോക്കിയാൽ മതി. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം നിന്റെ ശരീരത്തിനകത്ത് ശ്വാസോച്ഛ്വാസം നടക്കുന്നുവെങ്കിൽ നീ ജീവനോടെ ഇരിക്കുന്നു എന്ന ബോധ്യം നിനക്കുണ്ടെങ്കിൽ കാര്യങ്ങളെക്കാൾ ദൈവത്തെ ആരാധിക്കാൻ ഒരു കാരണമുണ്ട്. നമ്മുടെ വീണ്ടെടുപ്പുകാരൻ നമ്മെ ഇഷ്ടത്തോളം കൊണ്ടുവന്ന കൃപയോർത്ത് ശ്വാസോച്ഛ്വാസം ചെയ്യുവാൻ, മറ്റ് ഉപകരണങ്ങളുടെ സഹായം കൂടാതെ സ്വയമായി ശ്വസിക്കാൻ കർത്താവിനെ കൃപയോർത്തേക്ക് സ്തുതിക്കാൻ. Each and every moment, each and every breath we take, we need to thank God. Hallelujah. Each and every step we take, we need to thank God. The glory of God, the majesty of our Father lies in each and every simple and fragile and very simple things that we have in our life, that we experience in our lives. Hallelujah. നമ്മുടെ ജീവിതത്തിൽ നാം അനുഭവിക്കുന്ന മർത്യനെ നീ ഓർക്കേണ്ടതിന് അവൻ എന്താ മനുഷ്യപുത്രനെ ഹല്ലേലൂയ സന്ദർശിക്കേണ്ടതിന് അവൻ എന്തുമാത്രം, നാം ആരും ഒന്നുമില്ല. സ്നേഹമുള്ളവരെ, നമ്മുടെ ഒന്നുമില്ലായ്മയില്ല ദൈവമഹത്വത്തിന്റെ പ്രതിഫലം അധികമായി സംഭവിക്കുന്നത്. ഹല്ലേലൂയ. Praise the Lord. In our weakness, in our littleness, hallelujah, in our emptiness, we experience the power of God, the glory of God in the highest level. Hallelujah. നാം നമ്മെ തന്നെ ഉയർത്തിപ്പിടിച്ചാൽ ദൈവമഹത്വത്തെ കാണാൻ നമുക്ക് കഴിയത്തില്ല, അനുഭവിക്കാൻ കഴിയത്തില്ല. പകൽക്കാലം നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ ദൈവത്തെ ഉയർത്തുവാൻ നാം ആരംഭിക്കുമ്പോൾ അവിടെ ഒരു കാര്യം സംഭവിക്കുക, നമ്മുടെ പ്രതികൂലങ്ങൾ, പ്രശ്നങ്ങൾ എത്ര വലുതാണെങ്കിലും നാം ഒന്നുമല്ല എന്ന് ശത്രുവിന്റെ മുമ്പിൽ തോന്നിയാൽ, ദാവീദ് ഗോലിയാത്തിന്റെ മുമ്പിൽ നിന്നപ്പോൾ ഗോലിയാത്തിന് ഐഡന്റിറ്റി ക്രൈസിസ് ആയല്ലേ. ഗോലിയാത്ത് വിചാരിച്ചു ഞാൻ വലിയ ആളാണ്. പക്ഷെ ദാവീദ് അവന്റെ മുമ്പിൽ ചെന്ന് നിൽപ്പ് കണ്ടപ്പോൾ ഗോലിയാത്തിന് ആകെപ്പാടെ ഒരു പ്രശ്നം, ഇനി ഞാൻ ആരാണ്? മുഴുവൻ പലസ്തീൻ സൈന്യത്തിന്റെയും അവരെല്ലാം അവിടെ പാളയത്തിൽ വീഞ്ഞും കുടിച്ച് ആരിനെ നിന്ന് സന്തോഷിക്കുക അല്ലേ. അവര് സുഭൂക്ഷവൻ ആരെ കഴിച്ച് ഒരു ട്രെയിനിങ്ങും ഇല്ല, ഒന്നുമില്ല. അവർ പേടിക്കുകയാണ്, ഒരേ തോന്നിരിക്കുക. അവർക്കറിയാം അവർക്ക് ഒരു പണി കാണുന്നില്ല. ഇസ്രായേലിനെ മുഴുവൻ തീർത്തതയും മടങ്ങി വരുമെന്ന് വെല്ലുവിളി. കാരണം ഇസ്രായേൽ പാളയത്തിൽ നിന്ന് ഒരുത്തൻ പോലും ഈ ഗോലിയാത്തിനെതിരെ ഒന്ന് ശബ്ദം ഉയർത്തുവാൻ പോലും ശൗൽ ഉൾപ്പെടെ ആരും തയ്യാറായില്ല. അവന്മാരെ പുറകിൽ എൻജോയ് ചെയ്യുക പാളയത്തിൽ. ഇവ മുമ്പിൽ നിൽക്കുക. ഇവന്റെ വിചാരം എന്താണ്? ഞാൻ ഏറ്റവും വലിയവൻ, ഞാൻ ഇവന്മാരെ മുഴുവൻ തളർത്തിലവൻ എന്ന് നിൽക്കുമ്പോൾ ആ ഭയം നിറഞ്ഞു നിൽക്കുന്ന, ഭീഷണി നിറഞ്ഞു നിൽക്കുന്ന വല്ലാത്ത ഒരു സാഹചര്യത്തിൽ, ആ ഒരു എൻവയോൺമെന്റിൽ, ഹല്ലേലൂയ, ആ ഒരു അന്തരീക്ഷത്തിലേക്ക് ഒരുവൻ കടന്നു വരിക. ഹല്ലേലൂയ. അവന്റെ പ്രത്യേകത എന്നറിയാമോ? ഹല്ലേലൂയ. അവന്റെ കയ്യിൽ നിൽക്കുന്ന വടിയോ കവണയോ കല്ലോ ഒന്നുമല്ല. അവന്റെ പ്രത്യേകത, അവന്റെ
ആണ് അല്ലേ? പ്രിയമുള്ളവരെ, ഇന്ന് പകൽക്കാലം നമ്മുടെ ജീവിതത്തിൽ നാം അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ എന്തുമാണ്? നാം ഈ ഭൂമി ഒന്നുമല്ലായിരിക്കും. നാം മറ്റുള്ളവരുടെ പലരുടെ മുൻപിൽ നമുക്ക് വലിയ പ്രത്യേകത ഒന്നുമില്ല. So unique or special. Oh, hallelujah. We may not be very much high in regard of others' life. Many people may not consider us, praise God. But one thing is very sure, if you carry the name of the Lord and stand in front and face those situations, one thing you can say, the name of the Lord is going to be glorified in your life. And the name of the Lord, namil mahimapadan povugilla. Praise the Lord, hallelujah. Ee onnumallatha manushyane ദൈവം സകലത്തിന്റെയും അധിപതിയാക്കിയത് ഒറ്റ കാര്യമാണ്. ഈ മനുഷ്യന്റെ ഉള്ളിൽ ദൈവത്തിന്റെ അംശമായ അവന്റെ ആത്മാവിനെ നൽകി മറ്റ് മൃഗങ്ങളുടെ ചരാചരത്തിൽ നിന്ന് വ്യത്യസ്തരാക്കി നമ്മെ മാറ്റിയ ഒന്നേ ഉള്ളൂ, നമ്മുടെ ഉള്ളിലുള്ള ദൈവത്തിന്റെ അംശമായ നമ്മിൽ പകർന്നിരിക്കുന്ന ദൈവത്തിന്റെ ആത്മാവ്. ഇതുപോലെ എത്ര ദൈവത്തെ സ്തുതിപ്പാൻ കഴിയും. ഈ ആത്മാവ് നഷ്ടപ്പെട്ടവരെ നാം മറ്റുള്ളവരെ പോലെയുള്ളൂ. മാനത്തോടിരിക്കുന്ന മനുഷ്യൻ വിവേകഹീനനായാൽ നശിച്ചു പോകുന്ന മൃഗങ്ങളുടെ തുല്യത്തിലെ കാണുന്നല്ലോ. പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ നാമത്തിന്റെ മഹത്വത്തെ വഹിപ്പാനാണ് ദൈവം നമ്മെ സൃഷ്ടിച്ചത്. അതുകൊണ്ടാണ് നമ്മിൽ മാത്രം ദൈവം ആത്മാവ് പറഞ്ഞിരിക്കുന്നത്. മറ്റൊരു മൃഗങ്ങൾക്കും മറ്റൊരു ജീവികൾക്കും നൽകാത്ത ഒന്ന് നമ്മിൽ ദൈവം നൽകിയിട്ടില്ല. കാരണം യഹോവയുടെ നാമത്തിന്റെ മഹത്വം നമ്മിൽ വെളിപ്പെടണം. അതുകൊണ്ടാണ് മോശയോട് മുൾപ്പടർപ്പിൽ നിന്ന് സംസാരിച്ച ദൈവം, when he was talking to Moses, hallelujah, from that burning bush, what he said, I am who I am, hallelujah. പുറപ്പാട് പുസ്തകം 3-ാം വാക്യം, നീ ആരാണെന്ന് ചോദിച്ചപ്പോൾ, ഈ ശബ്ദത്തിന്റെ ഉടമ ആരാണെന്ന് ഹല്ലേലൂയ മോശ ചോദിച്ചപ്പോൾ ദൈവം പറയുകയാണ്, ഹല്ലേലൂയ, ഞാനാകുന്നവൻ ഞാനാകുന്നു എന്നവൻ നിന്നെ അയച്ചിരിക്കുന്നു എന്നവരോട് പറയുക. ഇസ്രായേൽ ജനത്തോട് പറയുക, ഫറവോനോട് പറയുക, നിന്റെ ദൗത്യത്തെ വെല്ലുവിളിക്കുന്ന ഏതൊരു ശക്തിയോടും നിനക്ക് പറയുവാൻ കഴിയും, ഹല്ലേലൂയ, ഞാനാകുന്നവൻ ഞാനാകുന്നു എന്ന സൈന്യങ്ങളുടെ ദൈവമായ യഹോവ സർവ്വത്തിന്റെ അധികാരി എന്നെ അയച്ചിരിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ ഫലമായ പ്രതികൂലങ്ങൾ കാണും. ഇതൊക്കെ എങ്ങനെയാണ് ഹല്ലേലൂയ എനിക്ക് സോൾവ് ചെയ്യാൻ കഴിയുന്നത് ചോദ്യം നമുക്കുണ്ടാകും. മാനുഷിക താങ്ങുകളിലേക്ക് നാം പോകുമ്പോൾ ഇതുപോലെ കാലം ദൈവത്തിന്റെ നാമത്തെ ഉയർത്തുവാൻ നാം നമ്മെ സമർപ്പിക്കുക. പ്രകൃതിയിലേക്ക് നോക്കി, സൃഷ്ടിയിലേക്ക് നോക്കി, നമ്മുടെ ജീവിതത്തിൽ തന്നെ ചെറിയ ചെറിയ കാര്യങ്ങൾ നോക്കി, വലിയ വലിയ വിടുതലുകളോ വലിയ അത്ഭുതങ്ങളോ വലിയ അടയാളങ്ങളോ ഒന്നും നോക്കണ്ട ദൈവത്തെ മഹത്വപ്പെടുത്താൻ. ചിലർക്ക് വലിയ സംഭവം ഉണ്ടെങ്കിൽ ദൈവത്തെ മഹത്വപ്പെടുത്താൻ പറ്റും. വലിയ വലിയ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ ദൈവത്തെ ഉയർത്തുവാൻ കഴിയൂ. വലിയ വിടുതൽ പ്രാപിച്ച കർത്താവിനെ വിടുവിക്കട്ടെ, വലിയൊരു അടയാളം കാണിക്കട്ടെ, ഇങ്ങനെയൊക്കെയുള്ള മനോഭാവത്തിൽ ദൈവത്തെ ആരാധിക്കാതിരുന്നാൽ നമുക്ക് ജീവിതകാലത്ത് ദൈവത്തെ ആരാധിക്കാൻ കഴിയത്തില്ല. എന്നാൽ in the minute things, in the simple things in our life, day-to-day life, when we observe and perceive the majesty of God, ദൈവത്തിന്റെ മഹത്വത്തിന്റെ പ്രത്യേകത വലിയതിലും ചെറുതിലും എല്ലാം ദൈവത്തിന്റെ മഹത്വമുള്ളതാണ്. നമ്മുടെ നിസ്സഹായാവസ്ഥ, we are weak, we have limitations, we cannot show the glory in small things. അതൊക്കെ നമ്മൾ കണ്ടതാ എന്നുള്ള രീതിയിലാണ് സ്തോത്രം. എന്നാൽ പ്രിയമുള്ളവരെ, ഒരു സ്തോത്രത്തിൽ, ഒരു സ്തോത്രയാഗത്തിൽ, ഓരോ സ്തുതിയിലും അവന്റെ മഹത്വത്തെ അനുഭവിച്ചറിയുന്ന ദൈവമക്കളെ, ഹല്ലേലൂയ, ദേശത്തിൽ മുട്ടുമടക്കുമ്പോൾ കർത്താവിന് നീ അർപ്പിക്കുന്ന ഒരു സ്തോത്രത്തിൽ നിന്റെ വിടുതൽ സാധ്യമാണെന്ന് വിശ്വസിക്കുന്നുണ്ട്. ഹല്ലേലൂയ, പ്രാർത്ഥനയിൽ ആ ദൈവമഹത്വം നൽകിയ ഒരു നിമിഷത്തേക്കുള്ള പ്രാർത്ഥനയിൽ a small gesture of praising God, at a moment of submission before God, hallelujah, we can praise God, hallelujah, we can glorify God's holy name. ദൈവത്തിന്റെ മഹത്വം നടക്കുമ്പോൾ ദാവീദിന്റെ ജീവിതത്തിൽ ദാവീദിനറിയാം, ഞാൻ ഒന്നുമല്ലാത്ത അവസ്ഥയിൽ ആ വലിയ മലനായ ഗോലിയാത്തിന്റെ മുമ്പിൽ നിന്നപ്പോൾ ആ മഹത്വം വെളിപ്പെട്ടെങ്കിൽ സിംഹാസനം വേണ്ട, രാജപദവി വേണ്ട, ദൈവമഹത്വം പറഞ്ഞപ്പോൾ എന്റെ ദൈവത്തിന്റെ നാമത്തെ ഉച്ചരിച്ചാൽ മതി. യഹോവയായ ദൈവത്തിന്റെ നാമത്തെ നീ ഉച്ചരിക്കുമ്പോൾ അവിടെ വെളിപ്പെടുന്നതാണ് എന്റെ ദൈവത്തിന്റെ മഹത്വം. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ദിവസമായിരിക്കുമ്പോൾ നാം നമ്മുടെ വിടുതൽ ആഗ്രഹിക്കുന്നു, നമ്മുടെ വിടുതലിന് വേണ്ടിയുള്ള ഒരു വഴി നാം ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. ആ വഴി നമ്മുടെ നാവിലൂടെ ദൈവത്തിന്റെ മഹത്വതയാണ്. കുഞ്ഞുങ്ങളുടെ വായിൽ അവൻ ബലം നിയമിച്ചിരിക്കുക. എന്താ അവരുടെ വായിലെ ബലം? ദൈവത്തെ സ്തുതിക്കുന്ന ദൈവ സൃഷ്ടിയുടെ മഹത്വത്തെ ആ കുഞ്ഞുങ്ങളുടെ വായിൽ നിന്ന് വീഴുമ്പോൾ, ഹല്ലേലൂയ, അവരുടെ കരച്ചിലിൽ പോലും അവരുടെ നിലവിളിയിൽ പോലും, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ദൈവത്തിന്റെ മഹത്വം ഒളിഞ്ഞിട്ടുണ്ട്. പ്രൈസ്. പലപ്പോഴും നമുക്ക് അസഹനീയമാവുന്ന, നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന
ദൈവത്തിന്റെ ദൃഷ്ടിയിൽ മഹത്വമേറിയതാണ്. ആളുകളോട് പറഞ്ഞു, ബാലന്റെ കരച്ചിൽ ഞാൻ കേട്ടു. ആരും കേൾക്കാത്ത കരച്ചിൽ ദൈവം കേട്ടു. മരുഭൂമിയിൽ ആരും കേൾക്കുവാൻ സാധ്യതയില്ലാത്ത ഒരു കുഞ്ഞുങ്ങൾ കരഞ്ഞപ്പോൾ ദാസിക്കൊണ്ടായ തലമുറ എന്ന് പറഞ്ഞ് അബ്രഹാമിനെ പോലും പരിമിതി ഉണ്ടായപ്പോൾ അതിനെ പോലും മറക്കാത്ത ദൈവമാ എന്റെ ദൈവം. ഇന്ന് രാത്രിക്കാലം നിന്റെ കണ്ണുനീര്, നിന്റെ പോലും അതെന്തിനെന്ന് അറിയാവുന്ന ദൈവമായ ദൈവം ഇന്ന് ഒരു കാലം പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ഈ ആലയത്തിൽ നടത്തുന്നത് എന്ന് വിശ്വസിക്കുന്നു. വാക്കുകളൊന്നും പറയുവാൻ കഴിഞ്ഞില്ലെങ്കിൽ ആ വേദനയെ അറിയുന്നവൻ ഹല്ലേലൂയ. അതുവരെ മഹത്വത്തോടെ എന്റെ ബലത്തെ കാണിക്കുന്ന ദൈവമാ. ഈ ചൂടയിൽ നാലാമനായ ഇറങ്ങിയവൻ, സിംഹത്തിന്റെ വായ അടച്ചവൻ, തീയുടെ മനസ്സെ കിടക്കിയവൻ, ചെങ്കടൽ മുടങ്ങിയതെന്ന് ഒരുക്കി ജനത്തെ മുമ്പിൽ കൊണ്ടു നിർത്തി, കരം നീട്ടുക എന്ന് പറഞ്ഞവൻ, വടി നീട്ടുക എന്ന് പറഞ്ഞവൻ. Praise the Lord. പ്രിയപ്പെട്ടവരെ, ആ വടിയിൽ ഒരു അനുഭവമുണ്ട്. അതുകൊണ്ട് ആ വടിയിൽ ആ വഴി ദൈവം യഹോവയായ ദൈവത്തിന്റെ വഴിയായി ആ വഴി മാറി. ഒരിക്കലും തീരുന്ന വഴി ഇത് ഇതേ വഴി ചെങ്കണ്ടത്തിൽ നീട്ടുക. ദൈവസ്ഥാനത്തിൽ വഹിക്കുന്ന പുരോഹിതന്മാർ അവർ യോർദാനെ ചവിട്ടിയപ്പോൾ വെള്ളത്തിനായി മാറി. പുരോഹിതന്മാരുടെ കാലിന്റെ ബലമല്ല, അവർ വഹിക്കുന്ന ദൈവ സാന്നിധ്യത്തിന്റെ മഹത്വമാണ്. ഏതുപോലെ കാലം ദൈവത്തെ തിരിച്ചറിയട്ടെ. ഈ ദേശത്ത് നമ്മെ ആക്കിയിരിക്കുമ്പോൾ നാം വഹിക്കുന്ന ദൈവ സാന്നിധ്യത്തിന് ഒരു മഹത്വമുണ്ട്. തിരിച്ചറിയുന്ന ദൈവത്തെ സ്തുതിച്ചേക്ക്. Even the simple things that we mention the name of the Lord, we are going to see that glory. മുൾപ്പടവത്തിൽ മഹത്വം കഴുതയെ കൊണ്ട് സംസാരിപ്പിച്ചത് ദൈവം. ഓ പ്രാവിനെ കൊണ്ട് കാക്കയെ കൊണ്ടൊക്കെ തന്നെ പ്രവൃത്തി ചെയ്യിപ്പിച്ചവൻ. ഹല്ലേലൂയ. ഇന്ന് പോയ കാലം ഹല്ലേലൂയ ഒന്നുമല്ലാത്തതിനെ എല്ലാമാക്കി മാറ്റിയ ആ ദൈവ മഹത്വം ഇന്ന് പകൽക്കാലം ചില കുടുംബങ്ങളുടെ ചില വ്യക്തി ജീവിതങ്ങളുടെ അതിന് ഫലങ്ങളുടെ എന്റെ ദൈവം സ്ഥാപിക്കുന്നതോട് ദൈവത്തെ സ്തുതിച്ചേണ്ട നമ്മളെല്ലാം ജീവിതത്തിൽ ദൈവസ്ഥലായിരിക്കുമ്പോൾ ദൈവ മഹത്വമാണ് നമ്മിൽ വരുത്തിയ വ്യത്യാസം. ഹല്ലേലൂയ. ആ ദൈവ മഹത്വം ഇറങ്ങി ആവശ്യമാണ്. എന്നെ നീ തിരഞ്ഞെടുത്തല്ലോ കർത്താവേ. ഒന്നുമല്ല ഏതുമല്ല ഹല്ലേലൂയ ഒന്നുമില്ല ആ മഹത്വം എന്നെ തേടിയപ്പോൾ ഒന്നുമില്ലായ്മ സകലത്തെയും വിളിച്ചു വരുത്തിയവന്റെ ആ നാമം ഹല്ലേലൂയ എന്നെ ഉയർത്തി. അതുകൊണ്ട് ദൈവത്തെ സ്തുതിച്ചാണ്. ഇതുവരെ ആരാധന ദൈവത്തിനാകട്ടെ, പുകഴ്ച ദൈവത്തിനാകട്ടെ, മഹത്വം ദൈവത്തിനാകട്ടെ. അതേത് വിഷയത്തിലാണെങ്കിലും വലുതിലും ചെറുതിലും മഹത്വം ദൈവത്തിനാകട്ടെ. ഒരു വിഷയം പ്രാർത്ഥിക്കാൻ സ്തുതിക്കട്ടെ. ഇതുപോലെ കാര്യങ്ങളെ കേൾപ്പിച്ച അവിടുത്തെ ആലോചനയ്ക്കായി സ്തുതിക്കുക. ചെറുതിലും വലുതിലുമൊക്കെ ദൈവമഹത്വത്തെ കണ്ടെത്തുവാൻ
ഞങ്ങൾക്ക് കൃപ ചെയ്യണമേ. Help us to find your glory. Help us to find your majesty in simple things of God, in profound things of God. Hallelujah. We submit our life, we dedicate our life for that. Hallelujah. ഞങ്ങളുടെ ജീവിതങ്ങളെ അതിനായി ഞങ്ങൾ സമർപ്പിക്കുക. ഞങ്ങളുടെ തലമുറകളിലൂടെ, ഞങ്ങളുടെ മാതാപിതാക്കളിലൂടെ, ഞങ്ങളുടെ സഹോദരങ്ങളിലൂടെ, ഞങ്ങൾ ലഭിച്ച ഏതൊരു നന്മയിലൂടെ, ഹല്ലേലൂയ, ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും ചെറുതും വലുതുമായ എല്ലാ വിഷയങ്ങളിലും അവിടുത്തെ മഹത്വം നിലകൊള്ളുവാൻ, ദൈവത്തിന്റെ സർവാധികാരം തെളിഞ്ഞു നിൽക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ദാവീദ് പ്രകീർത്തിച്ചതുപോലെ ഞങ്ങൾ ചേർന്ന് പാടുന്നു. മധ്യത്തെ ഓർക്കുവാൻ ഞങ്ങൾ എത്തുമാസം അവിടുത്തെ മഹത്വം തേജസ് ഞങ്ങളെ അറിയിച്ച സ്വർഗത്തിലെ ദൈവത്തിന്റെ കൃപയ്ക്കായി ഞങ്ങൾ നന്ദി പറയുന്നു. ഇതുപോലെ ദൈവമഹത്വത്തോളം നിമിഷങ്ങളും വെളിപ്പെടുവാൻ കർത്താവിടെയാകണം. അതിനാൽ ഞങ്ങളെ സമർപ്പിക്കുന്നു. മഹത്വം യേശുവിന്റെ വലിയ നാമത്തിൽ തന്നെ. ആമേൻ. സ്തോത്രം. നമ്മുടെ കർത്താവിനും സ്തോത്രം. For the memory verses, please come forward. Praise the Lord. Hallelujah. കർത്താവേ സ്തോത്രം. ദൈവമേ കൃപ. Love is patient and kind. Love is not jealous or boastful or proud or rude. It is not delighted its own way. It is not irritable. It keeps no record of being wronged. Love does not rejoice about injustice, but rejoices whenever the truth wins out. Love never gives up. Never loses faith. Is always hopeful and endures through every circumstance. 1 Corinthians 13 verses 4-7. And we know that God causes everything to work together for the good of those who love God and are called according to His purpose for them. Romans 8 verses 28. Lamentations 3 verses 22 and 23. The steadfast love of the Lord never ceases. His mercies never come to an end. They are new every morning. Great is thy faithfulness. Luke 2:52. Jesus grew in wisdom and stature and favor with God and man. Amen. Praise God. Galatians chapter 3 verse 13 and 14. Christ has redeemed us from the curse of the law, having become a curse for us. For it is written, cursed is everyone who hangs on a tree, and that the blessing of Abraham might come upon the Gentiles in Christ Jesus, that we might receive the promise of the Spirit through faith. Amen. Praise God. The fear of the Lord is the beginning and the wisdom of the Holy One who is understanding. For by me your days will be multiplied and the year of life will be added to you. Proverbs 9 verse 10 and 11. Amen. Philippians 2 verse 5. In your relationships with one another, have the same mindset as Christ Jesus. Finally, my brethren, be strong in the Lord and in the power of His might. Put on the whole armor of God, that you may be able to stand against the wiles of the devil. Ephesians 6 verse 10 to 11. Amen. Psalm 37 verses 21 to 24. The wicked borrow and do not repay, but the righteous give generously. The Lord blesses one hates the land, but those he curses will be destroyed. The Lord makes firm the steps of the one who delights in him. Though he may stumble, he will not fall. He will Praise the Lord. Hallelujah. 2 Thessalonians chapter 2 verses 16 to 17. Now may our Lord Jesus Christ himself and our God and Father who has loved us and given us everlasting consolation and good hope by grace, comfort your hearts and establish you in every good word and work. Praise the Lord Jesus. Finally, be strong in the Lord and the strength of his might. Put on the whole armor of God that you may be able to withstand the schemes of the devil. For we do not wrestle against flesh and blood, but against the rulers, against the authorities, against the cosmic powers of this present darkness, and against the spiritual forces of evil in heavenly places. Therefore, put on the whole armor of God, that you may be able to withstand the evil day, and standing in awe and spiritual truth. Ephesians 6 verses 10 to 13. Praise the Lord. Hallelujah. O Lord, hear my words and consider my meditation. And hear my prayer. For, O King, my Lord, for you I will only pray to. For
listening to to you and I will look up. For you are not a God who dwells in evil, nor do you like wickedness. Psalms 5 verses 1 to 4. Praise the Lord. Oh,
read a passage from the Bible. അപ്പോസ്തല പ്രവൃത്തി 12-ാം അധ്യായം ഇതിന്റെ 10-ാം വാക്യം കുറിവാക്യമായി നമുക്ക് ആദ്യം വായിക്കാം. Let's read Acts chapter 12, verses 10 as a main verse. അവർ ഒന്നാം കാവലും രണ്ടാമത്തേതും കടന്ന് പട്ടണത്തിൽ ചെല്ലുന്ന ഇരുമ്പ് വാതിൽക്കലെത്തി. അത് അവർക്ക് സ്വതവേ തുറന്നു. അവർ പുറത്തിറങ്ങി ഒരു തെരുവ് കടന്നു. ഉടനെ ദൂതൻ അവനെ വിട്ടുപോയി. When they were past the first and the second guard posts, they came to the iron gate that leads to the city, which opened to them of its own accord. And they went out and went down one street, and immediately the angel departed from him. Praise the Lord. Hallelujah. ഇതിൽ പ്രധാനമായും ഞാൻ ചിന്തിക്കുന്ന ഒരു ഭാഗം ദൈവം നൽകിയ ഒരു വിടുതല് സ്തോത്രം നമ്മളോട് കാണുകയാണ്. സ്വതവേ തുറന്ന വാതിൽ. Praise the Lord. The topic that I'd like to talk about today is the breakthrough that was provided by God, the doors that God opened by itself. Praise the Lord. Hallelujah. നമുക്കറിയാം പത്രോസിന്റെ ജീവിതത്തിൽ ദൈവം ചെയ്ത ഒരു അത്ഭുത പ്രവൃത്തിയാണ് അപ്പോസ്തല പ്രവൃത്തി 12-ാം അധ്യായത്തിന്റെ ആദ്യ വാക്യങ്ങളിൽ സ്തോത്രം അതിന്റെ 1-ാം വാക്യം മുതൽ സ്തോത്രം അതിന്റെ 17-ാം വാക്യം വരെ 12-17 നമ്മൾ കാണുന്നത് പത്രോസിന്റെ ജീവിതത്തിൽ ദൈവം ചെയ്ത ഒരു അത്ഭുത പ്രവൃത്തി. We are very familiar with this passage where there was a big miracle that happened in Peter's life. We know the story already and it's mentioned in Acts chapter 12, verses 1 to 17. ഈ ഭാഗം എടുത്ത് മുൻപ് ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട്. സ്വതവേ തുറക്കുന്ന വാതിൽ എന്ന വിഷയം സ്തോത്രം ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെട്ട ഒരു കാര്യമാണ്. I've spoken about the doors getting opened by itself previously, the door that we opened by God. These days, ഈ ദിവസങ്ങളിൽ ഞാൻ ചിന്തിക്കാൻ ആഗ്രഹിക്കുന്ന വിഷയങ്ങൾ അപ്പോസ്തല പ്രവൃത്തിയിൽ ഉടനീളം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ ദൈവസഭയിൽ ചെയ്ത ദൈവത്തിന്റെ ചില പ്രവൃത്തിയുണ്ട്. അതിനെക്കുറിച്ചാണ് നാം ഈ ദിവസങ്ങൾ പ്രധാനമായും ധ്യാനിക്കുന്നത്. These days I want to meditate a particular topic where I want to talk about the ways that the Holy Spirit has delivered the church, and that is what I want to focus on. ഒന്നാം നൂറ്റാണ്ടിൽ സ്തോത്രം സഭ അഭിമുഖീകരിച്ച പീഡയും പ്രതികൂലം പോലെ പിന്നെ ഒരു നൂറ്റാണ്ടിലും ദൈവസഭ ആ പീഡ അനുഭവിച്ചിട്ട് നമുക്ക് കാണാൻ കഴിയും. The type of oppression and difficulties that the first century church went through, there was no such oppression that happened in any other centuries. നമുക്കറിയാം ഒന്നാം നൂറ്റാണ്ടിലെ ആ പ്രതികൂലം അത് പലതും രേഖപ്പെടുത്തിയിട്ടില്ല. നമുക്ക് ഇന്ന് ഒരുപാട് വെല്ലുവിളികളും പീഡയും ഒക്കെ ദൈവസഭയ്ക്കുണ്ട്. എന്നാൽ ഈ അതിന് ശേഷമുള്ള നൂറ്റാണ്ടുകളിലെ എല്ലാം പീഡ എടുത്ത് നോക്കിയാൽ ഒന്നാം സഭയുടെ ആരംഭകാലം, ഒന്നാം നൂറ്റാണ്ട് മാത്രമല്ല ആരംഭകാലം സഭയുടെ അടിസ്ഥാനപ്പെട്ട കാലത്ത് ദൈവസഭ ആദ്യ 1-2-3 നൂറ്റാണ്ടുകൾ അനുഭവിച്ച പീഡ പോലെ പിന്നീട് ഒരു കാലത്തും ദൈവസഭ അത്രയും പ്രതികൂലം അനുഭവിച്ചിട്ടില്ല. We know that there's a lot of persecutions that are happening right now in the present world, but when we study more about the oppressions and the difficulties that happened during the first century church, when the church was first founded, when the foundation was done, there is no centuries after that that could match the suffering that the first century church went through. Praise the Lord. Hallelujah. എന്നാൽ ഒരു കാര്യം ഞാൻ ചേർത്ത് പറയാം. അവർ ഒരുപാട് പീഡ അനുഭവിച്ചെങ്കിലും ഇത്ര മാത്രം പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി വെളിപ്പെട്ട ഒരു കാര്യങ്ങളും അതിനുശേഷം പിന്നെ ഉണ്ടായില്ല. So one thing I want to mention to you is like no matter how much oppression they went through, the amount of work the Holy Spirit does during that time with the church has not been seen in the future centuries. പിന്നീടുള്ള നൂറ്റാണ്ടുകളൊക്കെ പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി പല ഊരി നടന്നു. അതിനോടൊക്കെ ചേർന്ന് സമാനമായുണ്ടായെങ്കിലും ശക്തമായ ആഴമേറിയ അടിസ്ഥാനപ്പെട്ട ദൈവപ്രവൃത്തി പരിശുദ്ധാത്മാവിന് ദൈവസഭയ്ക്ക് വേണ്ടി കർത്താവിന്റെ കാരണയായ ദൈവസഭയ്ക്ക് വേണ്ടി വെളിപ്പെട്ടത് ആദ്യ നൂറ്റാണ്ടുകളിലാണ് നമുക്ക് കാണാൻ കഴിയും. We know that throughout the centuries, the Holy Spirit did a lot of work with the church, and we see that in the history. But the type of depth and the amount, the strength of the work that the Holy Spirit has done has not been seen in any century other than the first century, when the first 3 centuries when the church was established. കർത്താവിന്റെ സഭയ്ക്ക് തുണയായി ദൈവം മാത്രം ഉണ്ടായിരുന്ന കാലയളവ് ആദ്യ കാലയളവ്. Jesus was a help to the first century churches at that time. ദൈവം മാത്രമേ അവിടെ കൂടെ ഉണ്ടായിരുന്നുള്ളൂ. അതിനുശേഷം 3-ാം നൂറ്റാണ്ട് കഴിഞ്ഞപ്പോൾ പൊളിറ്റിക്കൽ രാഷ്ട്രീയമായ സഹായം ഒക്കെ ദൈവസഭയ്ക്ക് ലഭിച്ചു തുടങ്ങി. എന്നാൽ ആദ്യ നൂറ്റാണ്ടുകളിൽ സ്തോത്രം അവർക്ക് ശരണം എന്റെ കർത്താവ് മാത്രമായിരുന്നു. ഹല്ലേലൂയ. The only hope and dependence during the first 3 centuries was totally on Jesus himself. After that, they started getting a lot of political help. But when you look at the first 3 centuries, their only hope and confidence was in Jesus. അവർ സഹായിക്കാൻ ദൈവം മാത്രമേ ഉള്ളതുകൊണ്ട് ദൈവമുഖത്തേക്ക് മാത്രം നോക്കിയേ പറ്റൂ എന്നുള്ളതുകൊണ്ട് ദൈവത്തിന്റെ സഹായവും
because they put all their faith in God and they knew that without God nothing was impossible, they were in a situation that they put their whole confidence in God, and that was the situation. നമ്മുടെ ജീവിതത്തിലും പ്ലാൻ എയും പ്ലാൻ ബിയും പ്ലാൻ സിയും ഒക്കെ ഉള്ളപ്പോൾ നമുക്ക് ദൈവത്തിന്റെ കരത്തെ അത്ര ശക്തമായി അനുഭവിച്ചറിയാൻ കഴിയത്തില്ല. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ എന്റെ ദൈവം മാത്രമേ എനിക്ക് ആശ്രയമുള്ളൂ എന്നൊരു സാഹചര്യത്തിൽ നമ്മുടെ ജീവിതത്തെ നോക്കിക്കണ്ടാൽ ദൈവത്തിന്റെ കരത്തിന്റെ വെളിപ്പാടും മഹത്വവും നമ്മുടെ വിഷയങ്ങളുടെ മേൽ അത്ര അധികമായിരിക്കും. ഹല്ലേലൂയ. Sometimes we have plan A, plan B, and plan C in our life. We are not able to see God's work in our life, but when we put our full hope and confidence in God, we even through all our situations, we are able to see God's deliverance in that. ഇവിടെ നാം ഒന്നാം അധ്യായത്തിന്റെ ആരംഭത്തിൽ കാണുന്നത് ഹേരോദാവ് യാക്കോബിന്റെ തല ശിരച്ഛേദനം ചെയ്ത് അവനെ കൊന്നതിന് ശേഷം യോഹന്നാന്റെ സഹോദരനായ യാക്കോബിനെ കൊന്ന ശേഷം എന്ത് ചെയ്തു? പത്രോസിനെ പിടിച്ചു, സ്തോത്രം. എന്നിട്ട് അവരുടെ പെരുന്നാൾ കഴിഞ്ഞിട്ട് കൊല്ലാൻ വേണ്ടി സ്തോത്രം ജയിലിൽ അടച്ച് ഇരിക്കുന്ന ഒരു സാഹചര്യമാണ് നാം വായിക്കുന്നത്. When we look at the beginning of the chapter, we see that King Herod had already killed James, the brother of John, and then he took Peter and also arrested him. He was waiting to kill him after the end of the Passover. ഹെരോദിനെ വ്യക്തിപരമായി പത്രോസിനോട് എതിർപ്പൊന്നുമില്ല. പക്ഷേ തന്റെ രാഷ്ട്രീയ ഭാവി ഉറപ്പിക്കാൻ വേണ്ടി ജനങ്ങളെ പ്രീതിപ്പെടുത്തുവാൻ പ്രത്യേക യഹൂദന്മാരെ സന്തോഷിപ്പിക്കുവാനാണ് താൻ ഈ പ്രവൃത്തികൾ ചെയ്തുകൊണ്ടിരുന്നത്. So Herod did not have a personal grudge against Peter, but in order to establish his power within the people of Israel, in order to please them, that is why he arrested Peter. അപ്പോൾ ക്രിസ്ത്യാനികളെ ഉപദ്രവിച്ചാലും ചോദിക്കാനില്ല. അവരെ ഒരു കഴിവാക്കിക്കൊണ്ട്, ഒരു മാധ്യമമാക്കിക്കൊണ്ട് അവന്റെ ക്രൂരമായ ചെയ്തികൾ സ്തോത്രം ഈ ജനത്തിനെതിരെ ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കുവാൻ ചെയ്യുമ്പോൾ നമുക്കറിയാം അവരെ മാത്രം ലക്ഷ്യം വെച്ച് ഒരു ടാർഗറ്റഡ് ആയിട്ടുള്ള ഒരു ആക്രമണമാണ് ദൈവസഭയ്ക്കെതിരെ ഹേരോദാവ് അഴിച്ചുവിട്ടത്. We know when we read the Bible that Herod was totally against the people of the Christian people, and he oppressed them a lot during those times. അപ്പോൾ ഹേരോദാവ് എന്ത് ചെയ്തു? വിശ്വാസികളെ, പാവങ്ങളെ, സ്തോത്രം, സാധുക്കളായ ഈ വിശ്വാസികളെ അവരുടെ ആ ഒരു സാഹചര്യത്തെ മുതലാക്കിക്കൊണ്ട് തന്റെ അധികാരവും തന്റെ പടയാളികളെയും തന്റെ സിംഹാസനത്തെ ഒക്കെ ഉപയോഗിച്ച് സുവിശേഷത്തിനെതിരായി അവൻ പ്രവർത്തിക്കാൻ ആരംഭിച്ചു. So what Herod was doing is that he took advantage of the humbleness of the Christians and their poor state, and using his power, his soldiers, and his throne, he started to oppress them. അങ്ങനെ വളരെ ശക്തമായ പീഡ സ്തോത്രം ഹേരോദിന്റെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരുന്നു. അതിലെല്ലാം ഒന്നും അപ്പോസ്തല പ്രവൃത്തിയിൽ രേഖപ്പെടുത്തിയിട്ടില്ല. നമുക്കിത് കാണുമ്പോൾ കാണുവാൻ കഴിയും. ആരും ചോദിക്കാനില്ല, ആരും പറയാനില്ല. വടക്കേരിയിലൊക്കെ നടന്നത് പോലെ ആരും ഒരു ശബ്ദമുയർത്താൻ സാഹചര്യം തനിക്ക് ഇഷ്ടമുള്ളതുപോലെ ദൈവജനത്തെ പീഡിപ്പിക്കുവാൻ ആരംഭിച്ചു. We know that over here it does not explain more how much oppression we went through, but when we read the Acts, it shows how much oppression Herod did against the Christians. Just like what's happening in North India right now, there's nobody to ask, there's nobody to stand, there's nobody to speak against it. That's the amount of oppression Herod did against the Christians. Praise the Lord. Hallelujah. ഞാൻ ഡൽഹിയിൽ പോയ സമയത്തോടുള്ള ഒരു ദേവദാസനുമായിട്ട് സുഹൃത്താണ് സംസാരിക്കാനിടയായി. അവിടെ സ്തോത്രം ഒരു ചോദ്യം പറഞ്ഞില്ല. ആർക്കും എപ്പോ വേണമെങ്കിലും നമ്മുടെ പല ദിവസങ്ങളും പറഞ്ഞുപോയി. കാരണം സ്വന്തമായി അവരുടെ സഭ എന്ന ചർച്ച എന്ന ഒരു പെർമിറ്റോടെ നൽകാത്ത എല്ലാവരും അടച്ചു കൂടുകയാണ്. പണ്ടൊരു കാലത്ത് വാടകയും അങ്ങനെ പരിമിതമായ സാഹചര്യങ്ങളും ഒക്കെ ആരംഭിച്ച പല ദൈവസഭകളും ഇന്ന് ആരാധിക്കാൻ കഴിയാതെ അവർ ഓൺലൈനിലേക്ക് അവരുടെ ആരാധന മാറ്റിയ അനുഭവങ്ങളാണുള്ളത്. When I talked to one of my friends who was in Delhi, he's a servant of God. He spoke about how many churches who don't have a permit, they're not able to worship God. All the churches are closed, and now they're holding their service through online meetings. ജനം നിസ്സഹായമായ ഹെൽപ്ലെസ്നെസ്, അവർ ഓരോ നിസ്സഹായരായി അവർ നിൽക്കുന്ന സമയത്ത് നമുക്കറിയാം പലപ്പോഴായി കാണുന്നത് ദൈവമേ ബലവാനും ബലഹീനനും തമ്മിൽ കാര്യമുണ്ടായാൽ സഹായിക്കുവാൻ ദൈവമല്ലാതെ യഹോവയായ ദൈവമല്ലാതെ മറ്റാരുമില്ലെന്നൊരു സത്യം ഒന്നാം നൂറ്റാണ്ടിലെ മന്യോത്സവ ഇന്നും മന്യോത്സവ. ഹല്ലേലൂയ. പക്ഷെ നാം ദൈവത്തിന്റെ ശക്തിയെ മനസ്സിലാക്കി ആ വിഷയത്തെ നാം അഭിമുഖീകരിക്കുക. When we read, we know that without God's help, whether you are powerful or not powerful, without His power, we are totally helpless. Yeah, when a tug war is coming between the power and the weak, ബലവാനും ബലഹീനനും തമ്മിൽ ഒരു വിഷയമുണ്ടായാൽ അവിടെ നമുക്കറിയാം ഒബ്വിയസ്ലി സ്വാഭാവികമായും ബലമുള്ളവൻ കയ്യിലുള്ളവൻ കാര്യക്കാരൻ അല്ലേ? സ്തോത്രം. അതാണ് അതിന്റെ കാര്യം. അതാണ് സ്വാഭാവികമായി സംഭവിക്കുന്നത്. പ്രകൃതി നിയമം അതാണ്.
Praise the Lord. പക്ഷെ ഒരു കാര്യമുണ്ട്, ദൈവസന്നിധിയിൽ കർത്താവ് ബലഹീനോട് ചേർന്ന് നിൽക്കും. ദൈവം എപ്പോഴും തിരഞ്ഞെടുക്കുന്നത് ബലഹീനനെ താങ്ങുവാനാണ്. According to the law, there is always a struggle between the weak and the strong. But when we look at Jesus, we know that He always sides with the weak one, and He always provides a support towards the weak ones. Praise the Lord. Hallelujah. Survival of the fittest എന്നുള്ള വാക്കുണ്ട്. കയ്യിലുള്ളവർ കാര്യം. പക്ഷേ നമ്മൾ ലോകത്തിൽ മനുഷ്യരുടെ എല്ലാം രീതിയിൽ നമ്മുടെ ആത്മീയ ലോകത്തില്ല ഭൂരിപക്ഷം എവിടാ പോകുന്നത്? സ്തോത്രം. ബലവാൻ ആരാ? സ്തോത്രം. നമ്മൾ പറയും ദശയുള്ളിടത്തെ കത്തി ഇറങ്ങുന്നു പറയുന്നത് പോലെ സ്തോത്രം. അങ്ങനെയുള്ളൊരു മനോഭാവമാണ് ആത്മീയ ലോകത്തിൽ പോയി ഈ കാലങ്ങളുള്ളത്. പക്ഷെ ഒരു കാര്യത്തിൽ മനസ്സിലായിക്കോണം, ദൈവത്തിന്റെ നീതി എപ്പോഴും നമ്മളുടെ ബലമോ പണമോ നോക്കിയല്ല, ദൈവത്തിന്റെ ദൈവനീതി വെളിപ്പെടുന്ന സ്ഥലത്താണ്. അത് നാം മനസ്സിലാക്കുക. ഈ നാളിൽ നമ്മുടെ ഹൃദയം കാഴ്ചപ്പാട് തുറക്കട്ടെയായിരുന്നു. We know that we often side towards the people who have the most strength, even in the spiritual world. But when we look into the justice of God, when we understand the justice of God, we know that He sides with the weak ones. Praise the Lord. അവിടെ ദൈവസഭ, അവിടെ ദൈവജനത്തിന്റെ നിസ്സഹായ അവസ്ഥയിൽ വെളിപ്പെട്ടൊരു കാര്യമുണ്ട്. There is a divine call. ദൈവത്തിന്റെ സർവാധികാരം, ദൈവത്തിന്റെ ശക്തി അവിടെ ആ ബലഹീനമായ അവസ്ഥയിൽ വെളിപ്പെടുവാനിടയായി നാം കാണുന്നു. In the midst of their sufferings, we are able to see the divine power and the divine strength of God being revealed in that situation. പ്രിയപ്പെട്ടവരെ, ദൈവസഭയ്ക്കെതിരെ അന്നും ഇന്നും ഹല്ലേലൂയ, ദൈവജനത്തിനെതിരെ, കർത്താവിന്റെ വേലയ്ക്കെതിരെ, സുവിശേഷത്തിന്റെ മുന്നേറ്റത്തിനെതിരെ, ദൈവരാജ്യത്തിന്റെ വ്യാപ്തിക്കെതിരെ ഒളിഞ്ഞും തെളിഞ്ഞും അന്നും ഇന്നും പ്രതികൂലമുണ്ട്. We know that there is always, even the old times and even the present time, there is always the work of the evil works against the work of God, the people of God, the church of God, and against the gospel of God. ഒരു കാര്യം വളരെ വ്യക്തമാണ്. പ്രതികൂലത്തിന്റെ നടുവിൽ ദൈവസഭയ്ക്ക് ആ പ്രതികൂലത്തോടുള്ള പ്രതികരണം വളരെ നിർണായകമാണ്. ആ വിഷയത്തിന്റെ മേൽ വിടുതൽ സംഭവിക്കാൻ. We know that even in the midst of the suffering, there is always a deliverance from the hand of God. Praise the Lord. അല്ലെങ്കിൽ ഞാൻ പറയുന്നത് മനസ്സിലാണോ? ഏതൊരു പ്രതികൂലവും, ഏതൊരു ഭാരവും, ഏതൊരു വെല്ലുവിളി, അതിനോടുള്ള നമ്മുടെ പ്രതികരണം എങ്ങനെയാണെന്നുള്ളത് ആ വിഷയത്തിന്റെ വിടുതലിനെ വളരെയധികം സ്വാധീനിക്കും. No matter what the sufferings or what difficulty situations that we go through, it depends on how we react to that situation, and then we will see the deliverance of God. ഇവിടെ ദൈവസഭയുടെ പ്രതികരണം അറിയാമോ? അവിടെ പറയുന്നു, ഇങ്ങനെ പത്രോസിനെ തടവിൽ സൂക്ഷിച്ചപ്പോൾ അവർ ജാമ്യം എടുക്കാൻ പോയില്ല, അവർ പ്രതിഷേധം ചെയ്തില്ല. സ്തോത്രം. അവര് രാജാവിന്റെ മേലുള്ള മറ്റധികാരികളെ വിളിക്കാൻ പോയില്ല. മറ്റേതെങ്കിലും സ്തോത്രം കോടതിയിലോ നിയമപരമായി നീങ്ങുവാനോ ആരും ചെയ്തില്ലവര്. അവർ ചെയ്ത പ്രധാനപ്പെട്ട പ്രതികരണം സഭ ശ്രദ്ധയോടെ അവന് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥന കഴിച്ചു. What the church response was, they did not go to any other people to bail out of the jail or reach out to the higher officials to get freedom for Peter. What they did was in that situation they engaged in earnest prayer. മാത്രമല്ല സഭ പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷേ ജയിലിലായിരിക്കുന്ന പത്രോസിന്റെ പ്രതികരണം എന്താ? അവിടെ എഴുതിയിരിക്കുന്നു, പത്രോസ് രണ്ട് പടയാളികളുടെ നടുവിൽ ഉറങ്ങുകയായിരുന്നു. നിലവിളിക്കുന്ന ആളെ നിലവിളിക്കല്ലായിരുന്നു. അവിടെ കിടന്ന് തല വെട്ടാൻ ഇനിയൊരു വാദമില്ല, ഇനിയൊരു സ്തോത്രം ആ വിഷയത്തിന്റെ മേൽ പത്രോസിനൊരു വാദമില്ല. So there is no court date or anything. നമുക്ക് ഒരു പ്രസിഡന്റിന്റെ ദയാഹർജിയിൽ ഉണ്ടെങ്കിൽ ചെറിയൊരു ഹോപ്പുണ്ട്. നാളെ ഇത് ഈ ഉത്സവം കഴിഞ്ഞ അവിടെ തല പോകും. അങ്ങനെ ഉള്ളവര് എന്താ ചെയ്യുന്നത്? രണ്ട് പടയാളികളുടെ നടുവിൽ കിടന്നോ പല്ലുവേന വന്നാൽ ഉറങ്ങാൻ പറ്റാത്ത പാട്ടുകൾ നമ്മള് ആ മനുഷ്യന്റെ ധൈര്യം ഓർത്ത് നോക്കി. ഇതാണ് പ്രതികരണത്തിന്റെ ശക്തി. Here you see that even when the church was praying at the same time, what was happening with Peter was he was soundly sleeping in between two guards. We know that the very next day after the festival he's going to have his head cut off, and he was not worried about that. He had the full faith in God and he was sleeping soundly in between the two guards. കൊടുങ്കാറ്റിന്റെ നടുവിൽ പടകാടി ഉയരുമ്പോൾ അമരത്ത് നാഥനായ കർത്താവ് തലചായ്ച്ച് ഉറങ്ങുകയായിരുന്നു. കർത്താവിനെ അറിയാം ഇത് ഈ പടകിനെ മുക്കത്തില്ല. കാരണം ഈ പടകിനെയും വലയെയും ഹല്ലേലൂയ ഓളങ്ങളെയും തിരമാലകളെയും ഹല്ലേലൂയ കാറ്റിനെയും കടലിനെയും
in midst of that heavy storm, he was soundly sleeping because he knows that he's the one who created the wind, the storm, the seas, the hills, and everything. And that is what he wants from us, to soundly sleep in his presence. നമ്മുടെ നിസ്സഹായ അവസ്ഥയിൽ ഇന്നും പ്രവർത്തിപ്പാൻ കഴിവുള്ള ഒരേ ഒരു കരം എന്റെ ദൈവത്തിന്റെ കരം. Give us a hand of deliverance in our helplessness. Praise the Lord. Hallelujah. ദൈവത്തിന്റെ കരം വെളിപ്പെടുവാൻ, ഹല്ലേലൂയ, അതിന് താമസം. ദൈവത്തിന്റെ കരത്തിന് എവിടെയും ഏത് സാഹചര്യത്തിലും വെളിപ്പെടാം. God's hand can be revealed in any situation in our life. അടയ്ക്കപ്പെട്ട തുറകളിനകത്ത് ദൈവത്തിന്റെ കരം വെളിപ്പെടും. God's hand can be ഹല്ലേലൂയ. 7 മടങ്ങായി വർദ്ധിപ്പിച്ച തീച്ചുളയ്ക്കകത്തും എന്റെ ദൈവത്തിന്റെ കരം വെളിപ്പെടുന്നതിനു വേണ്ടി even if the fire is burned up 7 times more heated, we can still see God's hand. അതിന്റെ നടുവിൽ ദൈവത്തിന്റെ കരം വെളിപ്പെടും. We can see God's hand in the യോർദാന്റെ കലങ്ങിമഴ ഒഴുകുന്ന സാഹചര്യത്തിലും എന്റെ ദൈവത്തിന്റെ കരം വെളിപ്പെടും. in the story of Jericho, we can see in Jordan, we can see God's hand in the Praise the Lord. Hallelujah. മഹാപർവ്വതം പോലുള്ള പ്രതികൂലങ്ങൾ നിന്റെ ജീവിതത്തിൽ നിന്റെ ഭാവിക്ക് തടസ്സമായി നിൽക്കുമ്പോൾ ആത്മാവിനാൽ വെളിപ്പെടുന്ന ദൈവത്തിന്റെ കരമുണ്ട്. ഇതുവരെ വിശ്വസിക്കുന്ന ദൈവത്തെ സ്തുതിച്ചാണ്. we are able to see God's hand of deliverance in our big difficulties. Praise the Lord. ഇവിടെ നമുക്കറിയാം, സ്വതവേ തുറന്ന ഒരു അടഞ്ഞ വാതിന് മുമ്പിൽ ശക്തന്മാരായ പടയാളികളുടെ കാവലിന് മുമ്പിൽ 1-ാം കാവല്, 2-ാം കാവല്, 3-ാം കാവല്, പട്ടണത്തിലേക്കുള്ള വലിയ വാതില്, ഇങ്ങനെ പ്രതിബന്ധങ്ങൾ അടിക്കടി ഒന്നിനുമായി ഒന്നായി നിൽക്കുകയാണ്. ഒന്നിൽ വിടുതൽ നൽകിയാൽ അടുത്തതിലേക്ക് വീഴുന്നത്. എന്നാൽ അവിടെയെല്ലാം എന്റെ ദൈവത്തിന്റെ കരം സ്വതവേ തുറക്കുന്ന വാതിലായി വെളിപ്പെടുന്ന ദൈവത്തെ സ്തുതിക്കുക. The first barrier, the second barrier, and third barrier, but we were able to see God's hand of deliverance in all through these barriers, and let's praise God for that. Praise the Lord. നമ്മോട് കർത്താവേ അങ്ങേക്ക് വേണ്ടി നിലകൊണ്ടിട്ട് അവിടുത്തെ നാമത്തെ ഉയർത്താൻ ഇറങ്ങി തിരിച്ചിട്ട് ദൈവത്തിന് വേണ്ടി കർത്താവിന്റെ വചനം അടയ്ക്കാൻ പോയാണല്ലോ, മറ്റൊന്നല്ലോ ചെയ്തത്. എന്നാൽ സുവിശേഷത്തിന് വേണ്ടി നിലകൊണ്ടിട്ട് ഇങ്ങനെ 1, 2, 3, 4 പ്രതികൂലങ്ങൾ നിറഞ്ഞ ഒരു പ്രതിബന്ധത്തില് കഷ്ടതയിലാണല്ലോ ഞാൻ എത്തപ്പെട്ടത് എന്നോർത്ത് പത്രോസ് വിലപിച്ചില്ല. അവിടെ അവൻ അറിയാം, എന്റെ ദൈവത്തിന്റെ കരം വെളിപ്പെടുവാൻ താമസമേ ഉള്ളൂ. ഇതിൽ എനിക്ക് വിടുതലുണ്ട്. ഹല്ലേലൂയ. Peter said that in this situation I came out to spread the gospel, I stepped out to show your love to other people, but when there are a lot of these barriers and difficulties happening in front of me, he did not fall into that, but he knew that God's hand was going to be delivered. He was just waiting for that time to happen. Praise the Lord. Hallelujah. ദൈവത്തിന്റെ വിടുതൽ, the divine intervention, hallelujah, the deliverance of God, ദൈവത്തിന്റെ വിടുതൽ അവിടെ വെളിപ്പെട്ടത് നോടിയിടയിലാണ്. We see that quickly that the deliverance of God's intervention happened over there. ഒരു കാര്യം മനസ്സിലാക്കണം, ദൈവത്തിന്റെ മിഷൻ, കർത്താവിന്റെ പദ്ധതി, ദൈവത്തിന്റെ ഉദ്ദേശത്തെ ആർക്കും നിർത്തിക്കളയുവാൻ കഴിയില്ല. We know that God's plan and His purpose or His mission cannot be stopped by anybody. Praise the Lord. ആര് മാറിയാലും, ആര് നിന്നാലും നിന്നില്ലെങ്കിൽ, ദൈവം ഒരു കാര്യം പദ്ധതി ഇട്ടിട്ടുണ്ടെങ്കിൽ അതിനെ പൂർത്തീകരിക്കാൻ ദൈവം വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി 1-ാം നൂറ്റാണ്ടിലെ ദൈവസഭയിൽ ദൈവം മർക്കോസിന്റെ മാളികമുറിയിൽ തുടക്കം കുറിച്ചെങ്കിൽ ഒരു അധികാരത്തിനും, ഒരു ഹേരോദാവിനും, ഒരു റോമൻ സാമ്രാജ്യ ശക്തിക്കും, ഒരു യഹൂദ പ്രമാണികൾക്കും അതിനെ നിർത്തുവാൻ കഴിയത്തില്ല. ദൈവസഭയുടെ അടിസ്ഥാനമിട്ടവൻ അതിനെ പണിയുമെന്ന്, ഞാൻ സഭയെ പണിയും, സാധാരണ ഗോപുരങ്ങളെ ജയിക്കില്ലെന്ന കർത്താവിന്റെ നാവിനാൽ ഉരുവിട്ടത് അപ്പോസ്തല പ്രവൃത്തിയിൽ ഉടമീളം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദൈവം ചെയ്ത് നാം കാണുകയാണ്. The book of Acts of Apostles, we are able to see the power and the deliverance that was done by the Holy Spirit. No matter what king or what high priest, the Pharisees or the soldiers, nobody can stop the purpose of God when it's put in place. In the കാലം നമ്മുടെ ജീവിതത്തിൽ ശുശ്രൂഷ മേഖലകളിൽ കർത്താവ് നമ്മളെ വിളിച്ച ദൗത്യത്തിന്റെ മേൽ വെല്ലുവിളികൾ ഉണ്ടാകാം. വെല്ലുവിളി അവസാനമല്ല, വെല്ലുവിളി പദ്ധതിയുടെ നിർത്തലല്ല, വെല്ലുവിളിക്ക് നടുവിലൂടെ തന്റെ ജനത്തെ നടത്തുവാനാക്കുന്ന ഒരു ദൈവപ്രവൃത്തിയുണ്ട്. ഇന്ന് പകൽക്കാലം വിശ്വാസത്തോടെ ദൈവത്തെ സ്തുതിക്കാം. കർത്താവേ, ഞാൻ ആരംഭിച്ചത് ക്രിസ്തുവിന്റെ നാമം തികയ്ക്കാൻ എന്റെ ദൈവം വിശ്വസ്തനാണ്. ഹല്ലേലൂയ. Many difficulties that are going to that mission or our mission that's happening in our life,
but we should know that we can seek God's deliverance even through the whole mission. ദൈവത്തിന്റെ പ്രവൃത്തി ദൂതന്മാരെ കുറിച്ചാണ് പറയുന്നത്. ദൂതൻ ഇറങ്ങി വന്നാണ് ഇവിടെ സഡൻ ഇന്റർവെൻഷൻ, പെട്ടെന്നുള്ള ഇടപെടല അവിടെ ഉണ്ടായ. We say over here that God sent His angel to intervene in the situation, and it was a sudden intervention. ദൂതൻ ആ ജയിലറക്കകത്ത് ഇറങ്ങിയപ്പോൾ തന്നെ പൗലോസിന്റെ കയ്യിലെ ചങ്ങലയായിരുന്നു. As soon as the angel went into the prison, at the same time the chains were came off from Peter's hands. ഇതാണ് നമ്മുടെ ഇത് സംഭവിക്കേണ്ടത്. This is what is supposed to happen. ദൈവത്തിന്റെ മഹത്വത്തെ ദൈവം വെളിപ്പെടുത്തുമ്പോൾ ഞാൻ പറയാറുള്ളതുപോലെ ഒരു പ്രാർത്ഥന മറുപടിക്ക് അപ്പുറമായി മഹത്വം വെളിപ്പെടുത്തുന്ന മറുപടി. More than a prayer being revealed, what we need to see is God's glory being revealed. അവിടെ പത്രോസിനോട് ദൈവത്തിന്റെ ദൂതൻ പറയുക, എഴുന്നേൽക്ക. Over there, the angel told Peter, get up quickly. എന്നിട്ട് അവനെ ഉണർത്തി ഉറങ്ങുവാണ്. നാളം കൊല്ലാൻ വെച്ചേക്കുന്ന വ്യക്തിയാണ് സ്തോത്രം. പക്ഷേ അവൻ ഉണർത്തി ഉടനെ അവന്റെ ചങ്ങല കൈകളിൽ നിന്ന് വീണുപോയി. Over there it shows that Peter woke him up. He was sleeping and he woke him up and said, get up quickly. And at the same time the chains fell off his hand right away. Order of the events നിങ്ങൾ ശ്രദ്ധിച്ചേ. You should look at the order of the events. Praise the Lord. Hallelujah. എന്താണ് പത്രോസിനെ ഉണർത്തി വേഗം എഴുന്നേൽക്കാൻ പറഞ്ഞു. സ്തോത്രം. അവൻ ഉണർന്ന ഉടനെ അവന്റെ കയ്യിലെ ചങ്ങല. So here you see the order where the angel woke him and said, get up quickly. And at the same time, just right after that, the chains fell off his hand. പലപ്പോഴും ചങ്ങല നമ്മുടെ കയ്യിൽ നിന്ന് പോകാത്തത് നമ്മൾ കാണാറുണ്ട്. Sometimes the chains do not fall from our hands and we don't look at the word. Praise the Lord. Hallelujah. ഈ അനസ്തീഷ്യ കൊടുത്ത് മയക്കിട്ടൊക്കെ പറയുന്ന പോലെ ശത്രു പല പ്രതികൂലം നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ നെർവസ് സിസ്റ്റം ആകെ ബ്ലോക്ക് ആക്കി സ്തോത്രം മയക്കിട്ടേക്കുന്നതുകൊണ്ട് സ്തോത്രം ഉണർന്ന് പ്രാർത്ഥിപ്പാല്ലേ നമ്മൾ ഉണരുന്നത് മാത്രം അതിന് താമസമേ. ഹല്ലേലൂയ. നമ്മൾ ഉണരുന്ന താമസമേ ഉള്ളൂ ഈ ചങ്ങലകൾ അഴിയുവാൻ. ഹല്ലേലൂയ. Anesthesia for a person, the devil puts an anesthesia on our nervous system. But what God wants us to do is quickly pick it up and pray and get it delivered. Praise the Lord. ഇന്ന് പകൽക്കാലം ചില ഹല്ലേലൂയ ഉറക്കങ്ങൾ നാം ഉണരേണ്ടത് ആവശ്യമാണ്. Right now there are some sleep that we need to quickly get up from. Praise the Lord. നമ്മുടെ കംഫർട്ട് സോൺ നമ്മൾ ഉറക്കിക്കളയാം. ഹല്ലേലൂയ. നമ്മുടെ ഹല്ലേലൂയ ലഭിച്ച അനുഗ്രഹങ്ങൾ പലപ്പോഴും കണ്ണിനെ അന്ധമാക്കി മാറ്റും. ഹല്ലേലൂയ. The blessing that they receive has put a blind eye. പലപ്പോഴും പ്രതികൂലങ്ങൾ നമ്മെ അന്ധമാക്കും. ഹല്ലേലൂയ. Difficulties yet also make us blind. ശത്രു ഒരുക്കുന്ന ഒരു പുകമറയുണ്ട്. അവിടെ പലപ്പോഴും നാം ഉറങ്ങിപ്പോകും. ഹല്ലേലൂയ. There are things that the devil makes it ready and we are often പലപ്പോഴും നമ്മുടെ കരങ്ങളെ ബന്ധിച്ച് നമ്മുടെ കാലുകളെ ബന്ധിച്ച് ചലനത്തെ ഇല്ലാതാക്കി മുന്നേറുവാനുള്ള എല്ലാം പഴുതുമടച്ച് അവൻ നമ്മെ ഉറക്കുവാൻ ശ്രമിക്കും. ഹല്ലേലൂയ. the devil will tie our hands and legs and he will not allow us to escape from that. പക്ഷേ അവനെ ഉണർന്നു കഴിഞ്ഞപ്പോൾ ദൂതന്റെ സാന്നിധ്യം ആ ജയിലറക്കകത്ത് വെളിപ്പെട്ട് പത്രോസ് ഉണർന്നു കഴിഞ്ഞപ്പോൾ പിന്നെ ചങ്ങലയ്ക്ക് അവന്റെ മേൽ നിയന്ത്രണമില്ല. ചങ്ങല താഴെ വീണു. ഹല്ലേലൂയ. The chains did not have any power on him and it just fell off on his hand. ഇത് പകൽക്കാലം ഹല്ലേലൂയ നമ്മെ പിടിച്ചു കൊടുക്കുന്ന നമ്മെ ബന്ധിക്കുന്ന നമ്മെ അകപ്പെടുത്തുവാൻ ശ്രമിക്കുന്ന മുന്നോട്ടുള്ള നമ്മുടെ ശുശ്രൂഷയെ നമ്മുടെ മിഷനെ ദൈവിക പദ്ധതിയെ നമ്മിൽ ദൂരത്താക്കി നമ്മൾ ഒതുക്കിക്കളയുന്ന എല്ലാ ചങ്ങലകളും എല്ലാ ബന്ധനങ്ങളും ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിയാൽ അഴിഞ്ഞുമാറട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവത്തിന്റെ ഒരു പദ്ധതി ഇന്ന് പകൽക്കാലം എനിക്ക് മുൻപിലുണ്ട്. ഹല്ലേലൂയ. നമുക്കിവിടെ നിലനിൽക്കുന്ന നഗരമില്ല. നമുക്ക് ഉറങ്ങുവാൻ ഹല്ലേലൂയ നമ്മെ ഹൃദയം ആഗ്രഹിക്കുന്നില്ല. ഉണർന്നെഴുന്നേറ്റ് ഉണരുക. സിയോനെ ഉണരുക. നിന്റെ ബലം ധരിച്ചു കൊടുക്കുക എന്നുള്ള ദൈവശബ്ദം ഈ ദിവസങ്ങളിൽ ഒരു ദൈവത്തിന്റെ ദൗത്യമായി നമ്മുടെ കാതുകളിൽ മുഴങ്ങട്ടെ. ഹല്ലേലൂയ. Praise the Lord. Hallelujah. എഴുന്നേൽക്കാനാണ് സ്തോത്രം. ഹല്ലേലൂയ. Praise the Lord. അടുത്തതായി ഹല്ലേലൂയ പറയുക, അരകെട്ടി ചെരിപ്പിട്ട് കൊടുക്കുക. ഹല്ലേലൂയ. അതിന്റെ വസ്ത്രം പുതച്ച് എന്റെ പിന്നാലെ വരിക. ഹല്ലേലൂയ. Next thing you see over there, it says, dress yourself and put on your sandals and follow me. പത്രോസ് വിചാരിച്ച സ്വപ്നം കാണാം.
Peter might have thought he was seeing a dream. പക്ഷേ ഇതൊരു റിയാലിറ്റി ആണെന്നുള്ള കാര്യം ഹല്ലേലൂയ പൗലോസിനെ കുറച്ച് കഴിഞ്ഞാണ് മനസ്സിലായത്. But Peter realized that this was actually happening in reality. He understood after some time. പറഞ്ഞു, നീ ഞങ്ങളെ വിടുവിച്ചപ്പോൾ, നീ ഞങ്ങളെ വീണ്ടെടുത്തപ്പോൾ ഞാൻ സ്വപ്നം കാണുന്നവരെ പോലെയായിരുന്നു. People of Israel were saying when you delivered us, it was like a dream that we saw. ഇന്ന് പകൽക്കാലം ദൈവസന്നിധിയിൽ നമുക്ക് ദൈവത്തിന്റെ ആ ഒരു ഇടപെടൽ അറിവില്ല. നമ്മെ ബന്ധിച്ച മണ്ഡലങ്ങളുടെ മേൽ, നമ്മെ അകപ്പെടുത്തുവാൻ ശ്രമിച്ച ചില പ്രതികൂലങ്ങളുടെ മേൽ ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ ഒരു കരചലനം എത്ര പേർ പ്രതീക്ഷിക്കുന്നുണ്ട്? അതോ സ്വന്തമായി ആഗ്രഹിക്കുന്നത്? ഇന്ന് പകൽക്കാലം ഉറക്കത്തിൽ നിന്ന് ഉണർന്ന് ദൈവത്തിന്റെ പ്രവൃത്തിയെ നമ്മുടെ ജീവിതത്തിൽ അനുഭവിച്ചറിയുവാൻ കർത്താവ് വേണ്ടിയാണ്. If you are bound by the chains and if you are put down by the chains, how many of you are ready to see the deliverance of God in this situation and release us from it? ഇപ്രകാരമുള്ള ദൈവത്തിന്റെ ഇടപെടലെല്ലാം എഴുതിയിട്ടുണ്ട്. പെട്ടെന്ന് ഒരു നിമിഷം കൊണ്ട് സംഭവിക്കുന്ന കാര്യമാണ് ഈ ദൈവപ്രവൃത്തിയുടെ എല്ലാ വഴികളും. Here we see that the intervention that is happening from God is a quick or sudden intervention. പ്രാർത്ഥന ഒരുപാട് നാളെ പ്രാർത്ഥിക്കുന്നുണ്ട്. We will pray for many years. നമ്മൾ ഒരുപാട് നാളെ ഉപവസിക്കുന്നുണ്ട്. ദൈവപ്രവൃത്തിക്കായി നാളുകളായി നാം കാത്തിരിക്കുക. We have been fasting for a long time to see God's deliverance. പക്ഷേ ദൈവപ്രവൃത്തി വെളിപ്പെടുമ്പോൾ അത് നോടിയിടില്ല. God's purpose is coming into play. It happens suddenly. അവിടെ കല്ല് പെട്ടെന്ന് വലിയൊരു ഭൂമുണ്ടായി. കർത്താവിന്റെ ദൂതൻ സ്വർഗ്ഗത്തിൽ നിന്ന് ഇറങ്ങി വന്നു, കല്ലുരുട്ട് നീക്കി അതിന്മേലിരുന്നു. Matthew 28 verses 2 we see that, and behold, there was a great earthquake, for the angel of the Lord descended from heaven and came and rolled back the stone and sat on it. പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ ദൂതൻ ആ കല്ലുരുട്ടി മാറ്റി ആ കല്ലിന്റെ പുറത്തിരുന്നായിരിക്കും. Over there it's mentioned that the angel of the Lord rolled back the stone and sat on top of it. എന്ന് പറഞ്ഞാൽ ഇന്ന് വരെ നിന്നെ അടച്ചു വെച്ചിരുന്നവൻ ദൈവത്തിന്റെ പരമാധികാരത്തെ പ്രഘോഷിക്കുന്ന ഒരു പ്രവൃത്തി അത്ഭുതമാണ് ചെയ്തത്. What is mentioned over here, what we realize over here is God's authority is on top of all problems that we have. Praise the Lord. എല്ലാ പ്രതികൂലത്തിന്റെ മേലെ ദൈവത്തിന്റെ അധികാരത്തെ കാണിക്കുക. On top of all of problems and difficulties, He's showing His authority on top of all of them. റോമൻ സാമ്രാജ്യം വിചാരിച്ചു അവരുടെ മുദ്രയെ ഭേദിക്കാൻ ഈ ലോകത്ത് മറ്റൊരു അധികാരത്തിനും കഴിയത്തില്ലെന്ന്. എന്നാൽ ദൈവത്തിന്റെ സർവാധികാരം അവന്റെ മുദ്രയെ പൊട്ടിക്കുന്ന, അവൻ വെച്ച കല്ലിനെ മാറ്റുന്ന, അവൻ വെച്ച എല്ലാ പ്രതികൂലങ്ങളെ മാറ്റുന്ന ഒരു കാലം നിന്റെ ജീവിതത്തിലെ എല്ലാ പ്രതിബന്ധങ്ങളെയും മാറ്റുവാൻ അധികാരമുള്ള നാമമുണ്ട്. യേശുവിന്റെ നാമമാണ്. ഇതുപോലെ യേശുവിന്റെ നാമം ഉച്ചരിച്ച് ഈ പ്രതിബന്ധങ്ങളെ ഒരു വിടുതൽ നമുക്ക് ഹല്ലേലൂയ പ്രഖ്യാപിക്കുവാനിടയായിത്തീരട്ടെ. ഹല്ലേലൂയ. Nobody can defeat and change that seal, but we know that we worship a God in the name of Jesus. That seal can be broken and blown away. Praise the Lord. Hallelujah. നമുക്ക് കാണുന്നത് Hallelujah. Praise the Lord. പെട്ടെന്നുള്ള ആ സംഭവത്തിൽ Hallelujah. Sudden intervention. അവിടെ ആ വാക്കിനെ വളരെ ചിന്തിപ്പിച്ചത് സ്വതവേ തുറന്ന വാതിലുകൾ. Hallelujah. Over there we see that sudden intervention. What happened was the doors got opened by itself. Praise the Lord. ദൂതനൊന്നും ചെയ്യേണ്ടി വന്നില്ല. ദൂതൻ നടന്നു പോയതേ ഉള്ളൂ. വാതിലുകൾ ഒന്നൊന്നായി തുറന്നു. The angel didn't have to do anything. He just had to pass through, and as he was passing through, each door was opening by itself. Hallelujah. നമ്മൾ കടലിൽ കയറുമ്പോൾ സെൻസർ വെച്ച് ഓപ്പൺ ചെയ്ത വാതിൽ പോലെ ആദ്യത്തെ സെൻസർ വാതിൽ പ്രവർത്തിച്ച അവിടെയാണ്. We go through any shop, we see how the automatic doors open. That's the first time we see in the Bible how that automatically opens. ഈ സെൻസറിന്റെ പ്രത്യേകത മനുഷ്യന്റെ സാന്നിധ്യത്തെ സെൻസ് ചെയ്യുമ്പോൾ ഈ ഡോറുകൾ തന്നെ തുറക്കും അല്ലേ? അങ്ങനെ ആ സെൻസർ വർക്ക് ചെയ്തു. We know these the doors that had sensors, when they recognize a person or a man coming forward, it automatically opens the door. Praise the Lord. പ്രതികൂലത്തിൽ ഒരു സെൻസർ ഉണ്ട് കേട്ടോ. Hallelujah. There's a sensor to this control. നിന്നെ ബന്ധിച്ച ബന്ധനങ്ങളുടെ മേൽ ദൈവം ഒരു സെൻസർ വെച്ചിട്ടുണ്ട്. Hallelujah. There's a sensor that has put on the difficulty that has been. ആ സെൻസർ പ്രവർത്തിക്കണമെങ്കിൽ ഒറ്റ കാര്യമേ ഉള്ളൂ. നിന്നെ നിർമ്മിച്ച, നിന്നെ വീണ്ടെടുത്ത, നിന്റെ മേൽ സർവാധികാരമുള്ള ദൈവത്തിന്റെ സാന്നിധ്യം നിന്റെ കൂടെ ചലിക്കുവാൻ ആരംഭിക്കുമ്പോൾ ഹല്ലേലൂയ ആ സെൻസർ ഹല്ലേലൂയ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. For a sensor to be activated, there's only one thing that he needs to see: the God that has created and has given us salvation. He just has to recognize that sensor in there. മറ്റാരും കടന്നു പോയാലും ആ വാതിൽ തന്നെ തുറക്കാറില്ല. നമുക്കറിയാമല്ലോ മെഡിക്കൽ
ഹോസ്പിറ്റലിൽ, മെഡിക്കൽ പ്ലേസിൽ, മറ്റ് ഗവൺമെന്റ് സ്ഥാപനങ്ങളിൽ, അധികാരമുള്ള കേന്ദ്രങ്ങളിലൊക്കെ ഇവരുടെ കഴുത്തിൽ ഒരു ടാഗുണ്ട്. അത് വെച്ച് സെൻസ് ചെയ്യുമ്പോൾ, സെൻസർ ചെയ്യുമ്പോൾ നമ്മളായി പോയി അവിടെ കാണിച്ചു വെക്കാൻ തോന്നത്തില്ല. പക്ഷേ ഇവരുടെ കയ്യിലുള്ള ടാഗ് തൊട്ട് കഴിയുമ്പോൾ ഡോർ ഓപ്പൺ ചെയ്യും. We know the employees who are working in the hospitals and the government offices, when they use their badge to open the door, they need a sensor to work. പത്രോസിനെ തന്നെ ദൈവത്തിന് അത് ചെയ്യാൻ പറ്റും, പത്രോസിനെ തന്നെ ഇറക്കിവിടാൻ പറ്റും. പക്ഷേ ദൈവത്തിന് അറിയാം ഈ 1-ാം കാവലും 2-ാം കാവലും 3-ാം കാവലും പടയാളികളുടെ കയ്യിലുള്ള ചങ്ങലി. ഈ റോമക്കാരുടെ പ്രത്യേകത പറഞ്ഞാൽ കള്ളന്മാരുടെ നടുവിൽ, കുറ്റവാളികളുടെ നടുവിൽ നടുക്കെടുത്തിട്ട് 2 സൈഡിൽ 2 പടയാളികൾ. ഇതിൽ ഒരു കയ്യിലെ ചങ്ങല ഒരു പടയാളിയുടെ കയ്യിലും, മറ്റേ കയ്യിലെ ചങ്ങല മറ്റൊരു പടയാളിയുടെ കയ്യിലും. എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്താലും രക്ഷപ്പെടില്ല. Over here we see that when Peter was lying between the 2 soldiers, he had one hand chained to one soldier on one side, the other hand chained to a soldier on the other side, so that no matter what happens, he is not able to escape. പടയാളികൾക്ക് ഓർമ്മ, over here the guards can sleep. പടയാളികൾക്ക് എന്ത് ചെയ്യാം? സോൾജേഴ്സിനും ഉറങ്ങാം. കാരണം ഇവൻ എങ്ങനെ ഓടിപ്പാൻ നോക്കിയാലും ഇവന്മാരുള്ളത്. അപ്പൊ അതാണ് അവരുടെ ഈ റോമൻ പടയാളികളുടെ ആ ഒരു സെക്യൂരിറ്റി സിസ്റ്റം അങ്ങനെയാണ്. So the security system was, they know that when the chains are tied to their hands, they can sleep peacefully, because if the prisoner tries to escape, it will wake them up. ഈ അറബ് ദേശത്തിലൊക്കെ ജയിലിൽ പറയും ജയിലിഞ്ഞാലും രക്ഷപ്പെടുന്നു പറയും എന്ന് പറയുന്നത് പോലെ ഉള്ള വളരെ ടൈറ്റ് സെക്യൂരിറ്റി ഉള്ള ഒരു സിസ്റ്റമാ. പക്ഷേ സെൻസർ ഇരിക്കുന്നത് ദൈവത്തിന്റെ കയ്യിലാണ്. ദൂതനെ ഇറക്കി വാതിലുകൾ, ചങ്ങലകൾ, ജയിലറകൾ തുറക്കപ്പെട്ട ദൈവത്തിന്റെ പ്രവൃത്തി, അത് ഓർമ്മ ദൈവത്തെ സ്തുതിക്കുക. When he sent his angel, and when the angel went through, the chain fell off and the doors were opened by itself. ഇന്ന് പകൽക്കാലം നിന്റെ ജീവിതത്തിലുള്ള ദൈവിക പദ്ധതിക്ക് മേൽ ശത്രു എത്ര വലിയ സ്ട്രാറ്റജി ഇറക്കി നിന്നെ ബ്ലോക്ക് ചെയ്യാൻ ശ്രമിച്ചാലും ഒരു കാര്യം ഉറപ്പാ, നിന്റെ കൂടുതൽ ദൂതരെ അവനാക്കിയിട്ടുണ്ട്. ആ ദൂതന്റെ വെളിപ്പാടിനാൽ, ആ ദൂതന്റെ സാന്നിധ്യത്താൽ നിന്റെ മേലുള്ള ബന്ധനങ്ങളെ അടച്ചു മാറ്റുക ഇന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് കഴിയും. സ്തുതിക്കുക, അല്ലെങ്കിൽ സ്തുതിക്കാണ്. Hallelujah. The mission that God has put towards us. He has sent us an angel to be right beside us to deliver us through that troubles. മനസ്സിലാക്കണം, നമ്മുടെ ഉള്ളിൽ നാം ബന്ധിക്കപ്പെടുന്നത് അക്ഷരികമായ ജയിലായിരിക്കണമെന്നില്ല. നമ്മുടെ ചിന്തയിൽ, നമ്മുടെ ബുദ്ധിയിൽ, നമ്മുടെ മാനസികമായ അവസ്ഥകളിലൊക്കെ പലപ്പോഴും നാം ബന്ധിക്കപ്പെട്ടേക്കാം. Sometimes over here believers, we should understand that it might not be a jail that is binding us. It might be our thoughts, the things of this world that are binding us. പല പ്രിയപ്പെട്ടവരും ജീവിത സാഹചര്യങ്ങളിൽ പലതിലും ബന്ധിക്കപ്പെട്ടിരിക്കുക. A lot of believers through their life situation, they are bound by that. ദൈവിക പദ്ധതി അവരുടെ ജീവിതത്തിൽ വെളിപ്പെടാതിരിക്കാൻ ശത്രു പല രീതിയിൽ അവരെ ബന്ധിച്ചിരിക്കുക. In order for the vision of God not to be revealed to the believers, the devil has put a lot of bind. ഇവിടെ നാം കാണുന്നു ദൈവത്തിന്റെ ഇടപെടൽ. ഹല്ലേലൂയ. The reality of the miracle. ഹല്ലേലൂയ. ആ അത്ഭുതത്തിന്റെ യാഥാർത്ഥ്യം നാം മനസ്സിലാക്കണം. We should understand the reality of the miracle that happened over here. എന്താ സംഭവിച്ചത്? ഹല്ലേലൂയ. ദൈവം അവിടെ ചലിക്കാൻ തുടങ്ങി. പ്രിയമുള്ളവരെ, ഒരു ചങ്ങലയ്ക്കും ഇത്രമാത്രം ശക്തിയില്ല. ദൈവത്തിന്റെ പദ്ധതിയുടെ മേൽ വെളിപ്പെടുമ്പോൾ, ദൈവാശ്രയത്തിൽ പൂർണ്ണമാകുമ്പോൾ, ഏത് ശക്തമായ ചങ്ങലയും ഏത് പ്രതിബന്ധമുള്ള വാതിലും നിങ്ങൾക്ക് സ്വതവേ തുറക്കുവാനിടയായിത്തീരും. No strong chain over here has any strength against God's presence. If there's any strong chains or strong doors, they have no power against God's presence. ഹൃദയത്തിന്റെ ദൃഷ്ടിയാൽ ഒന്ന് കാണുക. ഇന്ന് പകൽക്കാലം ഒന്ന് കണ്ടേ, ദൈവമേ സ്വതവേ തുറക്കുന്ന ചില വാതിലുകൾ. ഓ, എത്ര ശക്തി, എത്ര അധികാരവും ഈ ലോകത്തിന്റെ ഏതൊക്കെ കാര്യങ്ങൾ ഉപയോഗിച്ച് തുറക്കാൻ പറ്റാത്തത്. എന്റെ കൂടെ ദൂതൻ ചലിക്കാൻ ആരംഭിക്കുമ്പോൾ, ദൈവസാന്നിധ്യത്തിലൂടെ ചലിക്കാൻ ആരംഭിക്കുമ്പോൾ സ്വതവേ തുറക്കപ്പെടുന്ന പ്രതിബന്ധങ്ങൾ അതിനെ സ്തുതിച്ചാണ്. ഹല്ലേലൂയ. By ourselves, God has sent His own angel. He will be right beside us, and those doors open automatically by itself. പറയുന്നു സർവ്വശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു. So here it is mentioned that the church prayed earnestly. ഇന്ന് പകൽക്കാലം നമ്മൾ കൈയും കാലും അടിക്കേണ്ട ആവശ്യമില്ല. ദൈവിക ദൗത്യത്തിനെതിരെ വരുന്ന ഏതൊരു വെല്ലുവിളിക്കും മറുപടി പ്രാർത്ഥന മാത്രമാണ്. ഹല്ലേലൂയ. No matter what happens right now, any troubles that come against
the vision of the church, we can use our earnest prayer against that. യാക്കോബിലെ 5-16 നാം പ്രകാരം വായിക്കുന്നുണ്ട്. ഹല്ലേലൂയ. നീതിമാന്റെ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന വളരെ ഫലിക്കുന്നു. Hallelujah. Chapter 5 verses 16 we read, the prayer of a righteous person has great power as it is Lord. ആ ശക്തി എവിടെ അറിയാമോ? ആ ശക്തിയുടെ സ്രോതസ്സ് നമ്മുടെ കഴിവല്ല, ദൈവനീതി നമ്മോട് കൂടെ ഉള്ളതുകൊണ്ട് ദൈവനീതി വിളിച്ചറിയിക്കുന്നത് ദൈവ സാന്നിധ്യമാണ്. ഇന്ന് പകൽക്കാലം കാര്യങ്ങളെ നേരെയാക്കുന്ന, കാര്യങ്ങളെ ചൊവ്വാക്കുന്ന ദൈവത്തിന്റെ സാന്നിധ്യം നമ്മുടെ പ്രാർത്ഥനാ വിഷയങ്ങളോടുകൂടെ നമ്മുടെ വിഷയങ്ങളോടൊപ്പം ചലിക്കുവാൻ ആരംഭിക്കട്ടെ. ഹല്ലേലൂയ. Here we see where the great power is coming from. The great power is coming from God's righteousness. ഈ ദിവസങ്ങളിൽ നാം ഒരു വലിയ പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിക്കായി പ്രാർത്ഥിക്കുക. സകലയിടത്തിന്മേൽ ആത്മാവിനെ പകരുന്ന ദൈവിക വാഗ്ദത്തം ഈ പട്ടണത്തിൽ നിവർത്തിയാകുവാൻ നാം അതിനെ നോക്കിക്കണ്ടുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ. Pray that God, the Holy Spirit will be Praise the Lord. കഴിഞ്ഞ കാലങ്ങളിൽ ശത്രു അടച്ച ചില വാതിലുകൾ ഈ പട്ടണത്തിലുണ്ട്. ഹല്ലേലൂയ. in this region there is a lot of doors that have been shut by the ദൈവ സാന്നിധ്യം വഹിക്കുന്ന ദൈവജനം അപ്രതികൂലങ്ങളുടെ മേൽ നടപടുമ്പോൾ നിന്റെ കൂടെ ഒരു ദൂതനെ അയച്ച് സ്വതവേ തുറക്കുന്ന ചില വാതിലുകൾ ദൈവിക പദ്ധ നമുക്ക് മുമ്പിലുള്ളതിനാൽ ദൈവത്തെ സ്തുതിച്ചാണ്. ഒന്നാം നൂറ്റാണ്ടിൽ മാളികമൊഴിയിൽ വെളിപ്പെട്ട ദൈവ സാന്നിധ്യം പരിശുദ്ധാത്മ പ്രവൃത്തി പോലെ ഈ നെറ്റ്വർക്ക് പട്ടണത്തിലും വരും ദിവസങ്ങൾ ദൈവം സാധ്യമാക്കുമെന്ന വിശ്വാസത്തോടെ ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. the first century the work of the Holy Spirit happened, the same work would happen in our nation. പ്രിയമുള്ളവരെ, നാം ഉണർന്നാൽ മാത്രം മതി. We just have to sing soundly. ഹല്ലേലൂയ. നാം ഉണർന്നാൽ മാത്രം മതി. We should just get up quickly. ഹല്ലേലൂയ. സിയോനെ ഉണരുക, ഉണരുക, നിന്റെ ബലം ധരിച്ചു കൊള്ളുക. ഹല്ലേലൂയ എന്ന വചനപ്രകാരം ഈ ദിവസങ്ങളിൽ ഹല്ലേലൂയ നമ്മുടെ കംഫർട്ട് സോണിൽ നിന്ന്, പ്രതികൂലത്തിൽ നിന്ന്, ഭാരത്തിൽ നിന്ന്, വെല്ലുവിളിയിൽ നിന്ന് നമ്മൾ ഉണർന്നു നിൽക്കട്ടെ. ഹല്ലേലൂയ. Let us get up from our comfort zone, from the difficulties and the troubles that are facing in our lives. Let us get up from it. നമുക്ക് ഒരുമിച്ച് വീണ്ടും പ്രാർത്ഥിക്കാം. കണ്ണുകളെ വീണ്ടും അടയ്ക്കാം. സ്വതവേ തുറക്കപ്പെട്ട ചില വാതിലുകൾ നമുക്ക് മുൻപായുള്ളതോ ദൈവത്തെ സ്തുതിക്കാം. We can praise God for the doors that get automatically. ഹല്ലേലൂയ. അത് സംഭവിക്കുന്ന ഉള്ള വിശ്വാസത്തോടെ ദൈവത്തെ സ്തുതിച്ചാൽ പരിശുദ്ധാത്മ പ്രവൃത്തിയാൽ അത് സത്യമാണ്. ദൈവത്തെ സ്തുതിച്ചാൽ ഹല്ലേലൂയ. സ്തോത്രം 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 കർത്താവേ, ദൈവമേ, സ്വർഗ്ഗീയ കർത്താവേ, അടിയങ്ങളെ സ്തുതിക്കുന്നു. ഈ ആഴ്ചയുടെ ഒന്നാം ദിവസം തിരുസന്നിധിയിലായിരിക്കാൻ കർത്താവ് കൃപ ചെയ്തല്ലോ. നിങ്ങളെ ക്ഷേമത്തോടെ ഇവിടെ എത്തിച്ചങ്ങേ സ്തുതിപ്പാനും മഹത്വപ്പെടുത്തുവാനും ഒക്കെ ഉള്ള കൃപ തന്നതിനായി നദിയോട് സ്തോത്രം ചെയ്യുന്നു, സ്തോത്രം ചെയ്യുന്നു, സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ കടന്നു വന്ന സ്വന്തം ദൈവത്തിന്റെ മഹാസാന്നിധ്യം ഞങ്ങളോട് പാടുവാൻ, പ്രാർത്ഥിക്കുവാൻ, മഹത്വപ്പെടുത്തുവാനും ഒക്കെ ഇടയാക്കി എല്ലാ കൃപയ്ക്കായി നദിയോട് സ്തോത്രം ചെയ്യുന്നു. നിങ്ങൾക്ക് നല്ല സംഗീതത്തെ നൽകി തന്നത് കർത്താവേ, അതിനാൽ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്ന നിങ്ങളുടെ ദാസനെ വിലപ്പെടുത്തിയോട് സ്തോത്രം ചെയ്യുന്നു. നന്ദിയോട് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്ന കർത്താവേ, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ മണപ്പാടവാക്യങ്ങളെ ദൈവസന്നിധിയിൽ അറിയിപ്പാൻ ഇടയാക്കിയുള്ള കർത്താവേ, അതിനാൽ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ രക്തോളത്തിൽ പൊതിഞ്ഞുകൊള്ളണമേ. ഈ ലോകത്തെ വീണ്ടുവരാതെ ദൈവിക പ്രകാരം ജീവിപ്പാനും കൃപ കൊടുത്ത് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ദൈവം പരിപാലിച്ചു കൊള്ളുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. സാക്ഷിയോടുകൂടി പ്രാർത്ഥനയ്ക്കായി പഠിച്ചിട്ട് കുഞ്ഞുങ്ങൾക്കായി സ്തോത്രിക്കുന്ന കാവേ, തന്റെ ഭക്തന്മാരെ കണ്ണിന്റെ ഇഷ്ടമണി പോലെ സൂക്ഷിക്കുന്ന ദൈവം, ആവശ്യങ്ങളിലൂടെ ഞങ്ങളെ പരിപാലിക്കുന്ന കർത്താവിന്റെ കരങ്ങളിൽ ഞങ്ങളെ സഭയായി ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. തിരുത്തുകയും ഞങ്ങളെ സൂക്ഷിച്ചോളെ സ്തോത്രം. ഇന്ന് മുൻകാലമടിയങ്ങളെ കേൾപ്പിച്ച ദൈവജനത്തിനായി ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവമാണ്. ഞങ്ങളെ തന്നെ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് ജീവിക്കാൻ, കർത്താവിന്റെ ശബ്ദം കേട്ട് കർത്താവിന്റെ യുദ്ധം ചെയ്യുവാൻ ദൈവം ഞങ്ങളെ ഒരുക്കിക്കൊള്ളുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദാസനെ സൂക്ഷിപ്പാൻ ബലപ്പെടുത്തിക്കൊണ്ട് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, നന്ദിയോട് സ്തോത്രം. ഞങ്ങൾ അങ്ങയോട് അപേക്ഷിച്ചു കൊണ്ടിരുന്ന പോലെ തന്നെ ദാസൻ നാട്ടിൽ നിന്ന് ക്ഷേമത്തോടെ ഇവിടെത്തുവാനും മഹത്വപ്പെടുത്തുവാനും ഒക്കെ അങ്ങ് ഞങ്ങളുടെ അപേക്ഷ കേട്ട് ഞങ്ങളെ നിമിഷത്തോടെ നടത്തുന്ന ദൈവമാകയാൽ നന്ദിയോട് സ്തോത്രം. ഞങ്ങൾ
ഞങ്ങളെ സഭയാവിലേക്ക് ഏൽപ്പിക്കും. ഈ ഒരാഴ്ചക്കാലം ജീവിപ്പാനുള്ള ദൈവകൃപകരണമേ. ഞങ്ങൾ എവിടെയായിരുന്നാലും കർത്താവിന്റെ സാന്നിധ്യം ഞങ്ങളോട് കൂടെ ഇരിക്കണമേ. കീഴെ ഞങ്ങളെ മറച്ചുകൊള്ളണമേ കർത്താവേ. നദിയോട് സ്തോത്രം. അങ്ങനെയൊക്കെയുള്ള വിഷയങ്ങളെല്ലാം ദൈവസ്ഥിതിയിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങൾ പ്രാർത്ഥനാ വിഷയങ്ങളെല്ലാം ദൈവങ്ങളിലേക്ക് ഏൽപ്പിച്ച് ഞങ്ങൾ ഏതെല്ലാം വിഷയങ്ങൾ കൊണ്ട് പ്രാർത്ഥിക്കുന്നു അതിന്മേൽ നമുക്ക് മറുപടി നിന്ന് കർത്താവ് ഞങ്ങളെ സഹായിക്കണമേ കർത്താവ്. നന്ദിയോടെ സ്തോത്രം. ക്ഷമത്തോടെ ഒരാഴ്ചയായിരിക്കുമ്പോൾ കൃപ ഞങ്ങളെ പരിപാലിക്കണം. അങ്ങയുടെ നാമത്തിന് തക്ക മഹത്വം കരേറ്റി ജീവിക്കാൻ കൃപ ഞങ്ങൾക്ക് തരണമേ കർത്താവ്. എല്ലാ നിലയിലുള്ള ദൈവത്തിന്റെ നാമം ഞങ്ങളിൽ മഹത്വം എടുക്കണമേ കർത്താവ്. അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടുകൊണ്ട് സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ നമ്മോട് പ്രാർത്ഥന വിഷയങ്ങളും ദിവസത്തിലെ ഭവനങ്ങളോടും ലോകമോടുള്ള സകല വിശുദ്ധന്മാരുടെ കർത്താവിന്റെ നാമത്തിൽ ഉണ്ടായിരിക്കുമാറാകട്ടെ. യേശു സുഖാനന്ദ